പണ്ട് നമ്മള് ഒരു നേരം ഭക്ഷണം കഴിച്ച് മരം കയറാനും നീന്താനും യുദ്ധം ചെയ്യാനും മൃഗങ്ങളെ വേട്ടയാടാനും മൃഗങ്ങളായിട്ട് ഫൈറ്റ് ചെയ്യാനും കൃഷിപ്പണിക്കൊക്കെ യോഗ്യമായ കപ്പാസിറ്റി ഉള്ള ഒരു ബോഡിയായിരുന്നു. പക്ഷെ അന്ന് നമ്മൾ ഒരു നേരം ഭക്ഷണം കഴിച്ചാണ് ഈ 6ഓളം കാര്യങ്ങൾ ചെയ്തിരുന്നത്. ഇന്ന് നമ്മൾ 6 നേരം ഭക്ഷണം കഴിച്ച് ഒന്നും ചെയ്യാതിരിക്കുന്ന ഒരു അവസ്ഥയാണ്. ഇന്ന് നമ്മൾ ഫൈറ്റ് ചെയ്യുന്നത് പബ്ജിയിലും അതുപോലെ ഫ്രീ ഫയർ ഗെയിമിലൊക്കെ ആയിട്ട് മാറും. അപ്പൊ ഈ ഒരു അവസ്ഥയിൽ, അതായത് നമ്മൾ കൂടുതലായിട്ട് സിസ്റ്റം യൂസ് ചെയ്യുന്ന ഈ ഒരു അവസ്ഥയിൽ, അതേപോലെ തന്നെ മൊബൈൽ കൂടുതൽ യൂസ് ചെയ്യുന്ന ഒരു അവസ്ഥ, അതുപോലെ തന്നെ കൂടുതൽ ഇരുന്ന് ജോലി ചെയ്യുന്ന ഈ ഒരു അവസ്ഥയിൽ പണ്ട് നമ്മൾ പറയും ആളുകളെ നമ്മൾ കുരങ്ങന്മാരിൽ നിന്നും പരിണാമം സംഭവിച്ചിട്ടാണ് ഇന്നത്തെ മനുഷ്യനായതെന്ന് പറയും, അല്ലെ? പക്ഷെ ഇപ്പോ ഉള്ള ആളുകളെ, കുറച്ച് ആളുകളെ കാണുമ്പോൾ നമുക്ക് തോന്നും വീണ്ടും നമ്മൾ ഈ കുരങ്ങന്മാരിലേക്ക് പോവുകയാണോ, കാരണം ആ രീതിയിലുള്ള പോസ്റ്ററാണ് ഇപ്പൊ വരുന്നത്. അപ്പൊ ഈ ഒരു സെഡൻഡറി ലൈഫിൽ നമുക്ക് ഇന്ന് ഹൃദയം കഴിഞ്ഞാൽ ഏറ്റവും സ്ട്രെസ് ആയിട്ടുള്ള ഒരു മസിൽ ഉണ്ട്. 5.5 വെയിറ്റ് ഉള്ള നമ്മുടെ ഹെഡിനെ 24 മണിക്കൂറും താങ്ങി നിർത്തുന്നത് ഈ ഒരു മസിലാണ്. ഈ മസിലിന് റെസ്റ്റ് കിട്ടുന്നത് നമ്മൾ ട്രെയിനിലോ ബസ്സിലോ അതുപോലെ ഫ്ലൈറ്റിലോ ഒക്കെ പോകുമ്പോൾ ഉറക്കം തൂങ്ങി നെക്ക് ഫോർവേഡ് ടിൽറ്റ് ആയിട്ട് ഇതുപോലെ ഇങ്ങനെ മുന്നോട്ട് നെക്ക് ഫോർവേഡ് ടിൽറ്റ് ആയിട്ട് വീണ് പോകാറുണ്ട്, അല്ലെ? ഈ സമയത്ത് മാത്രമാണ് ഈ ഒരു മസിലിന് റെസ്റ്റ് കിട്ടുന്നത്, അതായത് ഉറങ്ങുമ്പോൾ മാത്രം. ഈ മസിലിന്റെ ഒരു വാമപ്പ്, അല്ലെങ്കിൽ ഈ ഒരു മസിലിന്റെ ഒരു ഡൈനാമിക് സ്ട്രെച്ച്, അല്ലെങ്കിൽ ഈ മസിലിന്റെ ഒരു സ്ട്രെച്ച് ആണ് ഞാൻ നിങ്ങൾക്ക് ഒരു വാമപ്പ് ആയിട്ട് ഞാൻ നിങ്ങൾക്ക്, അതിപ്പോ നമ്മൾ യോഗ ചെയ്ത് കൂൾ ഡൗൺ ആയിട്ടാണ് നിങ്ങൾ ഇരിക്കുന്നത്. നമ്മൾ എന്തിനാണ് വാമപ്പ് ചെയ്യുന്നത്? വാമപ്പ് ചെയ്യുന്നതിന് 5 കാരണങ്ങളുണ്ട്. അതിലൊന്ന് ഇൻക്രീസ് യുവർ ബോഡി ടെമ്പറേച്ചർ. അതായത് നമ്മുടെ ബോഡിന്റെ സം എമൗണ്ട് ഓഫ് ഫങ്ഷനിങ് വേണ്ടിയിട്ട് സം എമൗണ്ട് ഓഫ് ടെമ്പറേച്ചർ വേണം. അതായത് നമ്മുടെ സൈനോവിൽ ഫ്ലൂയിഡ് ഒക്കെ ഒന്ന് വാമാണ് ജോയിന്റിലുള്ള. അപ്പൊ ഇതിനെ ടെമ്പറേച്ചർ കൂട്ടുക എന്നതാണ് അതിന്റെ ഒരു ഉദ്ദേശം. രണ്ടാമത്തത് ഇൻക്രീസ് യുവർ ഹാർട്ട് ബീറ്റ്സ്. എന്തിനാണ് നമ്മുടെ ഹൃദയമിടിപ്പ് കൂട്ടുന്നത്? നമുക്കറിയാം 100 ലക്ഷം കോടി പരം സെല്ലുകളുള്ള ഓരോ സെല്ലുകളിലേക്കും ബ്ലഡ് ഫ്ലോ എത്തുമ്പോഴാണ് നമ്മൾ ആക്റ്റീവ് ആകുന്നത്. അത് നമ്മുടെ ബ്രെയിൻ ആയാലും നമ്മുടെ കാഴ്ച, കേൾവി, അതായത് നമ്മുടെ പഞ്ചേന്ദ്രിയങ്ങളെ ഒരു സൂപ്പർ പവറിലേക്ക് കൊണ്ടുപോകുന്നതാണ് വാമപ്പിന്റെ ഉദ്ദേശം. മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് ഇഞ്ചുറി ചാൻസസ് കുറക്കുക എന്നുള്ളതാണ്. ഇപ്പൊ നമുക്കറിയാം, നമ്മളിപ്പോ ഇരിക്കുന്നത് ചിലപ്പോൾ ഒരാൾ കാല് മുന്നോട്ട് വെച്ചിട്ടായിരിക്കും, ചിലപ്പോൾ പല ആളുകളും കാല് പിന്നോട്ട് വെച്ചായിരിക്കും, ചില ആളുകൾ ചെരിഞ്ഞിട്ടായിരിക്കും ഇരിക്കുന്നത്. അപ്പൊ ഇങ്ങനെ പോസ്റ്ററിൽ ഇരിക്കുമ്പോൾ നമുക്ക് ഇഞ്ചുറി വരാനുള്ള സാധ്യത ഉണ്ട്. അത് കുറക്കുക എന്നുള്ളതാണ് മൂന്നാമത്തത്. നാലാമത്തെ കാര്യം എന്ന് പറഞ്ഞത് മസിൽ ടെൻഷൻ റെഡ്യൂസ് ചെയ്യുക. അതായത് നമുക്കറിയാം, നമ്മളൊരു പ്രത്യേക മസിൽ ഗ്രൂപ്പ് ആക്റ്റീവും നമ്മളെ ചില പ്രത്യേക മസിൽ ഗ്രൂപ്പ് ഇനാക്റ്റീവ് ആണ്. അപ്പൊ ആ ആക്റ്റീവായ മസിലിന്റെ ടെൻഷൻ കുറക്കാനും വാമപ്പ് ഹെൽപ്പ് ചെയ്യും. അഞ്ചാമത്തെ നിങ്ങൾ വാമപ്പ് ചെയ്യുന്നതിന്റെ ഉദ്ദേശം എന്ന് പറയുന്നത് നമ്മള് മെന്റലി ഈ ഒരു പ്രോഗ്രാമിലേക്ക് കൊണ്ടുവരിക, അല്ലെ? നമ്മളിപ്പോ പല ആളുകളും മൈൻഡ് ചിലപ്പോൾ വേറെ എവിടെയെങ്കിലായിരിക്കും, ബോഡി ചിലപ്പോൾ ഇവിടെ ആയിരിക്കും. അപ്പൊ മെന്റലി പ്രിപ്പറേഷൻ ഫോർ ദിസ് പ്രോഗ്രാം. ഇങ്ങനെ 5 കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ വാമപ്പ് ചെയ്യുന്നത്. അപ്പോ ഞാൻ പൊതുവെ എന്റെ എല്ലാ സെഷനിലും ഒരു വാമപ്പ് കൊടുക്കാറുണ്ട്. അപ്പൊ ആ ഒരു വാമപ്പ്, ഈ ഒരു വാമപ്പ് കൊണ്ട് നിങ്ങൾക്ക് ഉണ്ടാകുന്ന ഒരു ഗുണം എന്താ വെച്ചാൽ, ഇത് ഓഫീസിലും നിങ്ങൾക്ക് വീട്ടിലും അതേപോലെ യാത്രയിലും ചെയ്യാൻ പറ്റുന്നതാണ്. അതായത് ഞാൻ നേരത്തെ പറഞ്ഞു, ഏറ്റവും സ്ട്രെസ് ഉള്ള ആ ഒരു മസിലിന്റെ പേരാണ് ലേവേറ്റർ സ്കാപ്പുല. നമ്മുടെ കഴുത്തിൽ സ്ഥിതി ചെയ്യുന്ന ഒരു മസിലാണ്. ഏറ്റവും കൂടുതൽ നമുക്ക് മൊബൈൽ യൂസ് ചെയ്യുന്നതുകൊണ്ട് കഴുത്തിന്റെ വേദന ഉണ്ടാവാറുണ്ട്. അപ്പൊ ഈ ഒരു കഴുത്തിന്റെ സ്റ്റെർണോക്ലോയിഡോമസ്റ്റോയിഡ്, അതുപോലെ ഈ ലേവേറ്റർ സ്കാപ്പുല, ഫ്ലെക്സർ ഗ്രൂപ്പ്, എക്സ്റ്റൻസർ ഗ്രൂപ്പ്, കഴുത്തിന്റെ ടോട്ടൽ മസിലിന് വേണ്ടിയിട്ടുള്ള ഒരു വർക്കൗട്ട് അല്ലെങ്കിൽ വാമപ്പ് അല്ലെങ്കിൽ ഒരു ഡൈനാമിക് സ്ട്രെച്ചർ. അപ്പൊ എല്ലാവരും എന്ത് ചെയ്യുക, കൈ ഇതുപോലെ ഫ്രണ്ടിലേക്ക് കൊണ്ടുവരിക. ഓഡിയബിൾ ആണോ? എല്ലാവരും ഇതുപോലെ കൈ ഫ്രണ്ടിലേക്ക് കൊണ്ടുവരിക. എന്നിട്ട് നെക്ക് ഫ്ലെക്ഷൻ മാക്സിമം ഡൗൺ ചെയ്യാം, then മാക്സിമം അപ്പ്. ഫ്ലെക്ഷൻ, എക്സ്റ്റൻഷൻ 2 3 4 5 6 7 8 9 10. സെക്കൻഡ് വൺ ലാറ്ററൽ ഫ്ലെക്ഷൻ. നിങ്ങളുടെ ചെവി ഷോൾഡറിലേക്ക് ടച്ച് ചെയ്യുക. 1 2 3 4 5 6 7 8 9 10. തേർഡ് വൺ സൈഡ് റൊട്ടേഷൻ. 1 മാക്സിമം നിങ്ങൾ ടീഷർട്ടിന്റെ സ്റ്റിക്കർ, ബാക്കിലെ ടീഷർട്ടിന്റെ സ്റ്റിക്കർ കാണുന്നവരെ ടേൺ ചെയ്യുക. 2 3 4 5 6 7
8, 9, 10, ഫോർത്ത് വൺ 45 ഡിഗ്രി ഫ്ലക്ഷൻ. ഇപ്പൊ എന്റെ പിന്നെ ഹെഡ് ന്യൂട്രൽ ആണ്. മാക്സിമം ടേൺ ചെയ്യുമ്പോൾ 90 ഡിഗ്രി. ഇൻ ബിറ്റ്വീൻ 45 കൊണ്ടുവരിക. നിങ്ങൾ ടോയിലേക്ക് നോക്കുക, അതുപോലെ സീലിംഗിലേക്ക് നോക്കുക. 1, 2, 3, 4, 5. ചേഞ്ച് സൈഡ്. 1, 2, 3, 4, 5. താങ്ക് യു. അപ്പോ നമ്മൾ വാമപ്പ് ചെയ്തു. ഈ വാമപ്പ് നിങ്ങൾക്ക് നെക്ക് പെയിൻ ഉള്ള ആർക്കും ഇത് ഹെൽപ്പ് ആയിരിക്കും. അപ്പോ നമുക്ക് ഒരു നല്ല ശരീരത്തെ താങ്ങി നിർത്തുന്ന 4 തൂണുകളാണ് ഞാൻ ഫസ്റ്റ് പറയാൻ പോകുന്നത്. അതായത് ഒപ്റ്റിമൽ ഹെൽത്തിന്റെ 4 പില്ലേഴ്സ്. അതിൽ നമ്പർ 1 വരുന്നത് റെസ്റ്റ് ആണ്. അപ്പോ ഈ റെസ്റ്റ് എന്ന് പറയുമ്പോൾ സ്ലീപ്പ്, അല്ലെ? അതായത് നമ്മൾ ശരിക്കുള്ള സ്ലീപ്പ് എന്ന് പറയുമ്പോൾ നമ്മൾ ഒന്നും അറിയാതെ ഏറ്റവും കുറഞ്ഞത് 6 മണിക്കൂറെങ്കിലും നമ്മൾ ഉറങ്ങണം. അതായത് നമ്മൾ കിടന്നതേ ഓർമ്മ ഉണ്ടാവാൻ പാടുള്ളൂ, പിന്നെ എണീക്കുന്നതായിരിക്കണം നമ്മൾ അറിയുന്നത്. അപ്പൊ ഇങ്ങനെ ഉറങ്ങുമ്പോൾ, അതായത് നമ്മൾ 8 മണിക്കൂറൊക്കെ ഉറങ്ങുന്ന ഒരു ലൈഫിലല്ല, ഇപ്പൊ ആ ഒരു സിറ്റുവേഷനിലല്ല നമ്മൾ പല ആളുകളും. അതുകൊണ്ടാണ് 6 മണിക്കൂർ ഒന്നും അറിയാതെ ഉറങ്ങണം എന്ന് പറയാൻ കാരണം. ഇതിലിപ്പോ നമ്മൾ ഉറങ്ങുമ്പോൾ രാത്രിയിൽ ഒരുപാട് പ്രോസസ്സ് നമ്മുടെ ബോഡിയിൽ നടക്കുന്നുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രോസസ്സാണ് ഗ്രോത്ത് ഹോർമോൺ റിലീസ്. ഏകദേശം രാത്രിയുടെ ഏകദേശം 10-11 മണിന്റെ 3 മണിന്റെ ഇടയിലാണ് ഗ്രോത്ത് ഹോർമോൺ റിലീസ്. നമ്മൾ ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെന്റ് നടക്കുന്നത് ഈ ഒരു സമയങ്ങളിലാണ്. അതുപോലെ തന്നെ നമ്മളിപ്പോ ഒന്നും ചെയ്തില്ലെങ്കിലും ഇതുപോലെ ഇരിക്കുകയാണെങ്കിൽ പോലും നമ്മുടെ ജോയിന്റുകളിലും അതുപോലെ മസിലുകൾക്ക് ടിയറുകളും ഡാമേജുകളൊക്കെ സംഭവിക്കാറുണ്ട്. ഇത് റിക്കവറി ആകുന്നത് രാത്രിയിലെ ഉറക്കിലാണ്. മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് REMP, റാപ്പിഡ് ഐ മൂവ്മെന്റ് പീരീഡ്. ഇപ്പൊ നമുക്കറിയാം, ഇപ്പൊ വീട്ടിലൊക്കെ കള്ളം കയറുന്ന സമയം എന്ന് പറഞ്ഞാൽ 2 മണിക്കും 4 മണിക്കും ഇടയിലാണ്. ഈ സമയത്താണ് നമ്മൾ നിർബന്ധമായിട്ടും അനിവാര്യമായിട്ടും ഉറങ്ങേണ്ട സമയമാണ്. കാരണം നമ്മൾ ബ്രെയിൻ റീകേപ്പ് ആകുന്ന, റീഫ്രഷ് ആകുന്ന ഒരു സമയമാണ്. കാരണം നമ്മൾ ചെയ്ത രാവിലെ തൊട്ട് വൈകുന്നേരം ചെയ്ത എല്ലാ കാര്യങ്ങളും ബ്രെയിനിൽ വന്ന് അത് റീക്യാപ്പ് ചെയ്യുന്ന സമയമാണ് 2 to 4 സമയം. അപ്പൊ ഈ ഒരു സമയത്ത് നമ്മൾ ഉറങ്ങാഞ്ഞാൽ പിറ്റേ ദിവസം നമുക്ക് പല കാര്യങ്ങളും നമുക്ക് ഓർമ്മ ഉണ്ടാകും. അപ്പൊ ഈ ഒരു 3 പ്രോസസ്സാണ് രാത്രിയിൽ ഉറക്കൽ നമ്മളിൽ സംഭവിക്കുന്നത്. അപ്പൊ രണ്ടാമത്തെ പില്ലർ എന്ന് പറയുന്നത് പോസിറ്റീവ് മെന്റൽ ആറ്റിറ്റ്യൂഡ്. ഇപ്പൊ നമുക്കറിയാം, നമ്മള് ഇപ്പൊ എന്റെ ഈ ഒരു ഫേസ് കട്ട് ഞാൻ ഡിസൈഡ് ചെയ്തതല്ല, എന്റെ ഈ കളറ് ഞാൻ ഡിസൈഡ് ചെയ്തതല്ല, എന്റെ ഹൈറ്റ് ഞാൻ ഡിസൈഡ് ചെയ്തതല്ല, എന്റെ പേര് മുസ്തഫ എന്നുള്ള പേര് ഞാൻ ഇട്ടതല്ല, ഈവൻ എന്റെ മതം പോലും ഞാൻ ഡിസൈഡ് ചെയ്തതല്ല, ബൈ ബർത്തിൽ വന്നതാണ്. അപ്പോ നമ്മള് മനസ്സിലാക്കേണ്ട കാര്യം, പിന്നെ എന്താണ് നമ്മൾ ഡിസൈഡ് ചെയ്തത്, എന്നാണ് നമ്മളെ കൺട്രോളുള്ളത്, അല്ലെ? നമുക്കറിയാം, ലോകത്ത് ഹൈയസ്റ്റും ഫാസ്റ്റസ്റ്റും ആയിട്ട് പ്രകാശത്തിനേക്കാൾ കൂടുതൽ വേഗത്തിൽ വർക്ക് ചെയ്യുന്ന, എത്ര എടുത്താലും തീരാത്ത, ഏത് സമയത്തും അവൈലബിൾ ആയ ഒരു സൂപ്പർ എനർജി നമ്മളെടുത്ത് എല്ലാവരുടെ അടുത്തും ഉണ്ട്, അല്ലെ? അതാണ് നമ്മുടെ ചിന്ത. ഈ ചിന്തയാണ് നമ്മളെ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അതുകൊണ്ട് ഈ ചിന്തയെ നമ്മൾ സൂക്ഷിക്കണം. ഈ ചിന്ത തന്നെയാണ് നമ്മൾ ശത്രു, ഇത് തന്നെയാണ് നമ്മളെ മിത്രവും. അപ്പൊ ഈ ചിന്ത, അപ്പൊ നമുക്കറിയാം, എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മൾ മനുഷ്യരും മൃഗങ്ങളും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? ഇപ്പം നമുക്ക് പിന്നെ മത്തി തൊട്ട് ഐക്കോറ വരെ സ്വപ്നം കാണാൻ പറ്റും, അല്ലെ? അതുപോലെ നമുക്ക് അൾട്ടോ കാർ തൊട്ട് ബെൻസ് വരെ നമുക്ക് സ്വപ്നം കാണാൻ പറ്റും. മൃഗങ്ങൾക്ക് സ്വപ്നങ്ങളില്ല. മൃഗങ്ങൾക്ക് തന്നെ ഓൾറെഡി സെറ്റ് ആണ് അവരുടെ ലൈഫ്. അതിൽ നമുക്ക് അത് ദൈവം ഓൾറെഡി നിർണയിച്ചതാണ്. പക്ഷെ നമ്മൾ ആരാകണം തീരുമാനിക്കുന്നത് നമ്മളാണ്, അല്ലെ? ഇപ്പൊ നമുക്കറിയാം, അതുകൊണ്ടാണ് ഒരു പിന്നെ ചായക്കടക്കാരനായിരുന്ന പിന്നെ ആള് ഇന്ന് ഇന്ത്യൻ പ്രസിഡന്റ് ആയിട്ട്, ഇന്ത്യൻ പ്രധാനമന്ത്രിയായിട്ട് മാറിയത്. മരം വെട്ടുകാരന്റെ മോനായിട്ടുള്ള എബ്രഹാം ലിങ്കൺ അമേരിക്കൻ പ്രസിഡന്റ് ആയിരുന്നു. നമുക്കറിയാം, ബറാക് ഒബാമക്ക് ഒരു സഹോദരനുണ്ട്. അദ്ദേഹത്തിന്റെ പേരാണ് ജോർജ് ഒബാമ. അദ്ദേഹത്തിന് പറഞ്ഞാൽ മയക്കുമരുന്നിനും ഡ്രഗ്സിനൊക്കെ അടിമയായിട്ട് നിൽക്കുന്ന ഒരു വ്യക്തിയാണ്. പിന്നെ കെനിയയിലെ ഒരു എന്താ പറയുക, ദരിദ്ര കുടുംബത്തിൽ ഒരേ വീട്ടിൽ ജനിച്ച ഒരേ സഹോദരന്മാരായിട്ടുള്ള ബറാക് ഒബാമയും ജോർജ് ഒബാമയും ഒരേ രീതിയിൽ വന്നിട്ട് പോലും ഒരാൾ അമേരിക്കൻ പ്രസിഡന്റും ഒരാൾ ഇതുപോലെ ഡ്രഗ്സിനൊക്കെ അടിമയായിട്ട് വരാനുള്ള കാരണം മൈൻഡ് സെറ്റ് ആണ്. അപ്പോ നമ്മളെ ബ്രെയിനിന്റെ ഒരു പ്രത്യേകത എന്താ വെച്ചാൽ, നമ്മളെ ബ്രെയിനിൽ തെറ്റും ശരി മനസ്സിലാക്കാനുള്ള സ്കില്ലില്ല. ബ്രെയിൻ എന്താ നോക്കുക വെച്ചാൽ, വാട്ട് എവർ യു ഡൂയിങ് അഗെയിൻ ആൻഡ് അഗെയിൻ ആൻഡ് അഗെയിൻ. അപ്പൊ നമ്മൾ ചെയ്യുന്നത് തെറ്റാണോ, അത് അഗെയിൻ ആൻഡ് അഗെയിൻ ചെയ്യുന്നുണ്ടോ, അത് ബ്രെയിനെ സംബന്ധിച്ച് അത് ശരിയായിരിക്കും, വീണ്ടും നമ്മളെ ചെയ്യിപ്പിക്കാൻ വേണ്ടിയിട്ട് പ്രേരിപ്പിക്കും. അതുപോലെ ബ്രെയിനിന്റെ മറ്റൊരു പ്രത്യേകതയാണ്, ബ്രെയിനിന് ഇമാജിനേഷനും റിയാലിറ്റിയും തമ്മിലുള്ള വ്യത്യാസം അറിയില്ല.
ഓക്കെ. ഇപ്പൊ നമുക്കറിയാം ഇതിൽ പല ആളുകളും ആകാശദൂത് കണ്ട ആളുകളാണ്. ആകാശദൂത് എന്ന മൂവി കാണാത്ത ആളുകൾ വളരെ കുറവാണ്. അത് കണ്ട് കരയാത്ത ആളുകൾ ആരുമില്ല. നമുക്കറിയാം അതൊരു മൂവിയാണ്, അത് ഒരാളുടെ സ്റ്റോറിയാണ്, അത് തിയേറ്റർ ആണ്, തൊട്ടടുത്ത് ആളിരിക്കുന്നുണ്ട്, എന്നിട്ടും നമ്മൾ കരയാണ്. അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം ബ്രെയിൻ അവിടെ ഒരു പൊട്ടനാണ്. കാരണം ബ്രെയിൻ അറിയില്ല ഇത് ഇമാജിനേഷൻ ആണോ അല്ലെങ്കിൽ ഒറിജിനൽ ആണോ എന്നുള്ളത്. അപ്പൊ ഇത് നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ നമ്മുടെ മൈൻഡ് നമ്മൾ കളർഫുൾ ആയിട്ട് വെക്കുകയാണെങ്കിൽ നമ്മൾ എപ്പോഴും ഹാപ്പി ആയിരിക്കും. മൂന്നാമത്തെ പില്ലർ എന്ന് പറയുന്നത് ഡെയിലി നമ്മൾ എക്സസൈസ് ചെയ്യാന്നുള്ളതാണ്. അപ്പോൾ നമുക്കറിയാം ഇപ്പൊ പല ആളുകളും പിന്നെ വാക്ക് ചെയ്യുന്ന, രാവിലെ എണീറ്റ് വാക്ക് ചെയ്യുന്ന ആളുകളുണ്ട് അല്ലെ. അപ്പോൾ ഞാൻ എൻ്റെ ഒരു വീഡിയോയിൽ ഇട്ടിട്ടുണ്ട്, വാക്കിംഗ് അതായത് നടത്തും ഒരു എക്സസൈസ് അല്ല എന്ന് പറയാനുള്ള 3 കാരണങ്ങൾ. കാരണം എക്സസൈസ് എന്ന് പറയുന്നത് പിന്നെ അതായത് ഹൃദയത്തിന്റെ 40% ഇന്റൻസിൽ ഹൃദയം വർക്ക് ചെയ്യുന്നതിന് എക്സസൈസ് എന്ന് പറയുന്നത്. അതേപോലെ അല്ല 40% വാക്കിംഗ് വർക്ക് ചെയ്യുന്നുള്ളൂ, പക്ഷെ എക്സസൈസ് വരുന്നത് 60%-ലാണ്. അതുകൊണ്ടാണ്, കാരണം പണ്ട് ഞാൻ പറഞ്ഞിരുന്നു 6ഓളം കാര്യങ്ങൾ ഒരു നേരത്തെ ഭക്ഷണം കഴിച്ച് നമ്മൾ ചെയ്തിരുന്നു. പക്ഷെ ഇന്ന് നമ്മൾ 6 നേരം ഭക്ഷണം കഴിച്ച് വെറും വാക്ക് ചെയ്തുകൊണ്ട് കാര്യമില്ല പറയാനാണ്. പക്ഷെ വാക്കിംഗ് എക്സസൈസ് ആണ് ആർക്ക് ഒന്നും ചെയ്യാതെ വെറുതെ ഇരിക്കുന്ന ആളുകൾക്ക് അതൊരു ഫിസിക്കൽ ആക്ടിവിറ്റി ആണ്. ഇപ്പൊ കാലൊടിഞ്ഞ് റെസ്റ്റ് കഴിഞ്ഞ് വരുന്ന ഒരാൾക്ക് അതൊരു ഫിസിക്കൽ ഒരു എക്സസൈസ് ആണ്, ഒരു ഫിസിക്കൽ ആക്ടിവിറ്റി ആണ്. അപ്പോ നമ്മള് പിന്നെ പല ആളുകളും അതുപോലെ തന്നെ പുഷപ്സ് ചെയ്യാറുണ്ട് അല്ലെ. പല ആളുകളും ഫിറ്റ്നസിനെ പുഷപ്സുമായിട്ട് താരതമ്യം ചെയ്യാറുണ്ട്. കാരണം പുഷപ്സ് എന്ന് പറയുന്നത് ഇന്ന് നമ്മൾ കൂടുതലും മൊബൈൽ യൂസ് ചെയ്യുന്ന അല്ലെങ്കിൽ സിസ്റ്റം യൂസ് ചെയ്യുന്ന അല്ലെങ്കിൽ ഇരുന്ന് ജോലി ചെയ്യുന്ന പല ആളുകളും നെക്ക് ഫോർവേഡ് ടിൽറ്റും റൗണ്ടഡ് ഷോൾഡറും ബാക്ക് ആർച്ചും ഉള്ള ആളുകളാണ്. അപ്പോൾ ഈ റൗണ്ടഡ് ഷോൾഡർ ഉള്ള ആളുകൾ പുഷപ്സ് അടിച്ചു കഴിഞ്ഞാലുള്ള പ്രശ്നം എന്താ വെച്ചാൽ അവർ റൗണ്ടഡ് ഷോൾഡർ ഒന്നുകൂടി കയറുമോ. കാരണം ചെസ്റ്റ് എത്രത്തോളം സ്ട്രോങ് ആവോ അത്രത്തോളം നമ്മളെ റൗണ്ടഡ് ഷോൾഡർ കൂടും. അപ്പൊ നമ്മൾ പോസ്റ്ററിന് എന്ത് ചെയ്യും, വീണ്ടും കെറിവ് കൂടുകയാണ് ചെയ്യുന്നത്. അപ്പൊ അതുപോലെ തന്നെ നമ്മളിപ്പം പല ആളുകളും പട്ടിണി കിടക്കാറുണ്ട് അല്ലെ. പട്ടിണി കിടന്നിട്ട് വെയിറ്റ് കുറക്കാറുണ്ട്. പല ആളുകളും ജിമ്മിൽ പോകാൻ മടിക്കും, സമയമില്ല എന്ന് പറയും, സ്വയം പിന്നെ ഡയറ്റ് ഒക്കെ ചെയ്യുന്ന ആളുകളുണ്ട് അല്ലെ. അപ്പൊ നമുക്ക് മനസ്സിലാക്കിയാൽ അറിയാം, ലോകത്തെ ഏറ്റവും വലിയ പട്ടിണി രാജ്യമാണ് സോമാലിയ. ഈ സോമാലിയയിലുള്ള കുട്ടികളെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, അവരെ ഫോട്ടോ, അവർക്ക് ഏറ്റവും പ്രൊജക്ട് ചെയ്ത് നിൽക്കുന്നത് അവരുടെ വയറാണ് അല്ലെ. ആഴ്ചയിൽ ചിലപ്പം ഒരു റൊട്ടിയൊക്കെയാണ് അവർക്ക് കിട്ടുക. പക്ഷെ ഇങ്ങനെ ആഴ്ചയിൽ ഒരു റൊട്ടി കിട്ടിയിട്ട് പോലും അവർ വയറ് കുറഞ്ഞിട്ടില്ല അല്ലെ. അവരുടെ കൈകാലുകളാണ് കുറയുന്നത്. അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, പട്ടിണി കിടക്കുമ്പോഴും പിന്നെ അതുപോലെ നമുക്ക് സ്ട്രെസ് ഒക്കെ വരുമ്പോഴും നമ്മളെ ബോഡിയിൽ നിന്ന് പോകുന്നത് നമുക്ക് ആവശ്യമുള്ള വസ്തുക്കളാണ്, അതായത് മസിലാണ് നമ്മൾ ബോഡിയിൽ നിന്ന് പോകുന്നത്. അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ കറക്റ്റ് അതിന് പിന്നെ എക്സ്പീരിയൻസ് ആയ ആളുകളെ നമ്മൾ മീറ്റ് ചെയ്യണം എന്ന് പറയാനുള്ള കാരണം. അപ്പോൾ ഞാൻ ഇതിൽ പറഞ്ഞു, എക്സസൈസിന്റെ കാര്യം പറഞ്ഞു. ഇപ്പൊ എന്താണ് എക്സസൈസ്? എക്സസൈസും ഉണ്ട്, ഫിറ്റ്നസും ഉണ്ട്, വർക്കൗട്ടും ഉണ്ട്. ഇത് മൂന്നും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? എക്സസൈസ് എന്ന് പറയുമ്പോൾ ശരീരത്തിന്റെ ഇരുവശവും ചേർന്ന് ശരീരത്തോട് ചെയ്യുന്ന ഐച്ഛിക പ്രവർത്തനമാണ്, അല്ലെങ്കിൽ വോളണ്ടറി ആക്ഷൻസ് ആണ്. അതൊരു മാനസിക ഭാവമാണ്. അപ്പോ നമ്മള് അതുകൊണ്ട് ഇപ്പൊ വീട്ടിൽ ജോലി ചെയ്യുന്ന സ്ത്രീകളൊക്കെ പറയുന്നത്, വീട്ടിലെ ജോലി ഞാൻ അത്യാവശ്യം ചെയ്യുന്നുണ്ട്, അതുകൊണ്ട് പിന്നെ ഞങ്ങൾക്ക് അത് പോരെ എക്സസൈസ് എന്ന്. അപ്പൊ അത് അല്ല എന്നതിന്റെ കാരണം എന്താ വെച്ചാൽ, അത് വീട്ടു ജോലി എന്ന് പറഞ്ഞു ഇരുവശവും ചേർന്ന് ഒരുമിച്ച് ചെയ്യുന്നതല്ല. അത് കൂടുതലും അവരുടെ ഡൊമൈൻ സൈഡ് ഏതാണോ, ചിലപ്പോൾ റൈറ്റ് സൈഡ് ആയിരിക്കും കൂടുതൽ യൂസ് ചെയ്യുന്നത്. അപ്പൊ അത് ഒരു എക്സസൈസ് ഗണത്തിൽ അവരുടെ മാനസിക ഭാവം തന്നെ എത്രയും പെട്ടെന്ന് ജോലി തീർക്കണം എന്നതാണ്. അപ്പൊ അവിടെ എക്സസൈസിന്റെ ഒരു ഫീൽ അവർക്ക് വരുന്നില്ല. അതുകൊണ്ടാണ് വീട്ടു ജോലി ഒരിക്കലും ഈ ഒരു വ്യായാമത്തിൽ വരാത്തിന്റെ കാരണം. അപ്പോ എക്സസൈസ് ചെയ്യുന്ന ആളുകൾ അതിനൊരു പ്രത്യേക റെപ്യൂട്ടേഷനോ അല്ലെങ്കിൽ ഒരു എയിമോ ഒരു ലക്ഷ്യമോ പിന്നെ അല്ലെങ്കിൽ ഒരു മാസത്തിൽ ഇത്ര കുറയണമെന്നോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും എക്സസൈസ് ചെയ്യുന്ന ആളുകൾക്ക് ഉണ്ടാവില്ല. പക്ഷെ വർക്കൗട്ട് ആവുമ്പോൾ അതിനൊരു റെപ്യൂട്ടേഷൻ ഉണ്ടാവും അല്ലെ. അതിനൊരു പിന്നെ സെറ്റ് ഉണ്ടാവും, അല്ലെങ്കിൽ ഒരു ആഴ്ചയിൽ ഇത്ര കുറയണമെന്നുണ്ടാവും, ഒരു പ്രത്യേകം ഗോൾ അല്ലെങ്കിൽ ലക്ഷ്യം അതിനുണ്ടാവും. ഇതാണ് എക്സസൈസും വർക്കൗട്ടും തമ്മിലുള്ള വ്യത്യാസം. എന്നാൽ ഫിറ്റ്നസ് അതല്ല. ഇപ്പൊ നമുക്കറിയാം, ഒരു യോഗ ചെയ്യുന്ന ഒരു വ്യക്തി, ഇപ്പൊ നമ്മളിവിടെ പിന്നെ യോഗ ഏകദേശം പല സ്ഥലങ്ങളിലും സ്കൂളുകളിലൊക്കെ യോഗ നടക്കുന്നുണ്ട്. എനിക്ക് തോന്നുന്നു ഒരുപാട് ആളുകൾ, 200ഓളം അധികം ഓരോ സ്ഥലത്തുള്ള ആളുകൾ ഇതിൽ പങ്കെടുക്കുന്നുണ്ട്. അപ്പൊ ഈ യോഗ ഒരു യോഗ ചെയ്യുന്ന ഒരാൾക്ക് ഓടാൻ, ഞാൻ പറയും യോഗ ചെയ്യുന്ന ആളുകൾക്ക് ഓടാൻ കഴിയില്ല. യോഗ എന്ന് പറയുന്നത് ഹൗ മച്ച് യു ക്യാൻ ബെൻഡ് ആൻഡ് ട്വിസ്റ്റ് യുവർ ബോഡി. അത് നമ്മുടെ മേൽവഴക്കം കൂടുക ചെയ്യാം. നമ്മുടെ ബോഡി എത്രത്തോളം ബെൻഡ് ചെയ്യാൻ പറ്റും, ട്വിസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഈ കപ്പാസിറ്റി കൂടും. അതേപോലെ യോഗ ചെയ്യുന്ന ഒരാൾക്ക് വെയിറ്റ് എടുക്കാൻ പറ്റുമോ? അവർക്ക് കൂടുതൽ വെയിറ്റ് എടുക്കാനുള്ള കപ്പാസിറ്റി, കാരണം യോഗയിൽ മസിൽ ബിൽഡപ്പ് നടക്കുന്നില്ല.
അത് അവരുടെ ഹാർട്ടിന് ഇന്റേണൽ സ്ട്രെങ്തിനെയാണ് അത് ബിൽഡ് ചെയ്യുന്നത്. അത് സ്പെഷ്യലി ഹാർട്ട്, ലങ്സ് ഇതൊക്കെയാണ് അതിൽ ഇമ്പ്രൂവ് ആകുന്നത്. അപ്പൊ അതിൽ കൂടുതൽ വെയിറ്റ് എടുക്കാൻ പറ്റുന്നില്ല, അവർക്ക് ഓടാൻ പറ്റുന്നില്ല. ഇപ്പൊ നമ്മൾ അറിയാം, വാക്കിങ്ങിന് പോകുന്ന അല്ലെങ്കിൽ ജോഗിങ്ങിന് പോകുന്ന ആളുകളുണ്ട്, ഡെയിലി ചെയ്യുന്ന ആളുകളുണ്ട്. ഇവരുടെ ബോഡി ഫ്ലെക്സിബിൾ ആണോ? ഇവരുടെ ബോഡി പിന്നെ ബെൻഡ് ചെയ്യാനും ടെസ്റ്റ് ചെയ്യാനും കഴിയുമോ? ഇല്ല. ശരിക്കും ഓടുന്ന ഒരാൾക്ക് ബോഡിക്ക് ഫ്ലെക്സിബിലിറ്റി കുറയും, അവരെ ആക്റ്റീവായ മസിൽ സ്റ്റിഫ് ആയിരിക്കും. അപ്പൊ അവർക്ക് ഫ്ലെക്സിബിലിറ്റി ഇല്ല. എന്നാൽ അവർക്ക് ഫ്ലെക്സിബിലിറ്റി ഇല്ല, അവർക്ക് വെയിറ്റ് എടുക്കാൻ പറ്റുമോ? ഇല്ല. ഓടുന്ന ഒരു ഡെയിലി ബേസ് ആയിട്ട് ഓടുന്ന ഒരു വ്യക്തിക്ക് വെയിറ്റ് എടുക്കാൻ പറ്റില്ല. കാരണം ജോഗിങ് എന്ന് പറയുന്നത് എൻഡൂറൻസ് ആണ്. അത് ഹാർട്ടിന്റെ ലങ്സിന്റെ കപ്പാസിറ്റി കൂടുന്നു, അവർ സ്ലോ ടിച്ച് മസിൽ ഫൈബേഴ്സ് എന്ത് ചെയ്യുന്നു, സ്ട്രോങ് ആകുന്നു. അതുകൊണ്ട് അതൊരു ഓക്സിജനെ റിലേറ്റ് ചെയ്തിട്ടാണ് ആ ഒരു ഫംഗ്ഷൻ വരുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ അവർക്ക് കൂടുതൽ വെയിറ്റ് എടുക്കാനുള്ള കപ്പാസിറ്റി ഇല്ല. ഇനി നമുക്ക് ജിമ്മിലേക്ക് വന്ന് നോക്കാം. ജിമ്മിൽ സ്ഥിരമായിട്ട് വർക്ക്ഔട്ട് ചെയ്യുന്ന ഒരു ബോഡി ബിൽഡിംഗ് ചെയ്യുന്ന ഒരാളെ സ്ഥിതി എന്താണ്? അദ്ദേഹത്തിന് ഫ്ലെക്സിബിലിറ്റി ഉണ്ടാവോ? ഇല്ല. നമുക്കറിയാം, ഒരു വീഡിയോ, വൈറലായ വീഡിയോ ഉണ്ട്, ഒരു ബോഡി ബിൽഡർ ബാക്കിൽ ഒരു സ്റ്റിക്കർ ഒട്ടിക്കുന്നുണ്ട്, പക്ഷെ അത് എടുക്കാൻ അയാൾ പാടുപെടുന്ന ഒരു വീഡിയോ നമ്മൾ പല ആളുകളും കണ്ടതാണ്. അപ്പൊ ജിമ്മിൽ വർക്ക്ഔട്ട് ചെയ്യുന്ന ഒരാൾക്ക് ഫ്ലെക്സിബിലിറ്റി ഇല്ല, എന്നാൽ അയാൾക്ക് ഓടാൻ കഴിയുമോ? ഇല്ല. ബോഡി ബിൽഡേഴ്സിന് അവർ ഓടൽ വളരെ അപൂർവമായിട്ട് ഓടുള്ളൂ. വാക്കിംഗ് ഒക്കെയാണ്, അല്ലെങ്കിൽ ക്രോസ് ട്രെയിൻ ആണ് അവർ കൂടുതലായിട്ട് യൂസ് ചെയ്യുക. അപ്പൊ നമുക്ക് ഇതിന് എന്താ മനസ്സിലായത്? 3 കാറ്റഗറി ആളുകൾ നമ്മൾ കണ്ടു അല്ലെ. അതായത് പിന്നെ ജിമ്മിൽ വർക്ക്ഔട്ട് ചെയ്യുന്ന ഒരാളുണ്ട്, അയാൾക്ക് ഓടാനോ ഫ്ലെക്സിബിലിറ്റിയോ ഇല്ല. ജോഗിങ്ങിന് പോകുന്ന ഒരാളുണ്ട്, അയാൾക്ക് വെയിറ്റ് എടുക്കാനോ ഫ്ലെക്സിബിലിറ്റിയോ ഇല്ല. എന്നാൽ യോഗ ചെയ്യുന്ന ഒരാളുണ്ട്, അവർക്ക് പിന്നെ വെയിറ്റ് എടുക്കാനോ എന്നാൽ ഓടാനോ സാധിക്കുന്നില്ല. അപ്പൊ ഫിറ്റ്നസ് എന്ന് പറഞ്ഞാൽ ഇതിന്റെ 3ന്റെ കോമ്പിനേഷനാണ്. അതായത് അയാൾക്ക് ഓടാൻ കഴിയണം, അയാളുടെ ബോഡിക്ക് ഫ്ലെക്സിബിലിറ്റി വേണം, അയാൾക്ക് വെയിറ്റ് എടുക്കാൻ കഴിയണം. ഇതിനെയാണ് നമ്മൾ ഫിറ്റ്നസ് എന്ന് പറയുന്നത്. അപ്പൊ നമ്മളിപ്പോ ഫിറ്റ്നസ്, പണ്ടൊക്കെ ജിമ്മായിരുന്നു, ഇപ്പൊ ഫിറ്റ്നസ് സെന്ററുകളാണ്. അപ്പൊ ഫിറ്റ്നസ് സെന്ററുകളിൽ കൊടുക്കുന്നത് നിങ്ങൾക്ക് ഈ ഒരു 3 കാര്യവും ഏതൊരു ഫിറ്റ്നസ് സെന്ററും നിങ്ങൾക്ക് ലഭിക്കും. അതായത് വാമപ്പ് ആയിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യും, ചിലപ്പോൾ ഓട്ടം കിട്ടും, അല്ലെങ്കിൽ എയറോബിക്സ് വർക്കൗട്ടുകൾ കിട്ടും. പിന്നെ വെയിറ്റ് ട്രെയിനിങ് മിഡിൽ വരും. ഇപ്പൊ നിങ്ങൾക്ക് വെയിറ്റ് എടുക്കാനുള്ള കപ്പാസിറ്റി കൂടും. വർക്കൗട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് സ്ട്രെച്ച് തരും, അപ്പൊ നിങ്ങൾക്ക് എന്ത് ചെയ്യും, ഫ്ലെക്സിബിലിറ്റിയും കിട്ടും. അപ്പൊ ഇതാണ് ഇപ്പൊ ഞാൻ എക്സസൈസ് പറഞ്ഞു, വർക്കൗട്ട് പറഞ്ഞു, ഫിറ്റ്നസ് പറഞ്ഞു അല്ലെ. അപ്പൊ ഇതില് ഇപ്പോ ഫസ്റ്റില് ഞാൻ പറഞ്ഞത് റെസ്റ്റ് ആയിരുന്നു, രണ്ടാമത്തെ പോസിറ്റീവ് മെന്റൽ ആറ്റിറ്റ്യൂഡ്, മൂന്നാമത് ഞാൻ പറഞ്ഞത് ഡെയിലി വർക്കൗട്ട് ചെയ്യാന്നുള്ളതാണ്. ആ വർക്കൗട്ട് പറഞ്ഞപ്പോഴാണ് ഞാൻ ഇത്രയും കാര്യങ്ങൾ പറഞ്ഞത്. അപ്പൊ ഡെയിലി വർക്കൗട്ട് ചെയ്യുമ്പോൾ നമ്മുടെ ബോഡിയിൽ ഒരു ഹോർമോൺ റിലീസ് ആകുന്നുണ്ട്, അതിന്റെ പേരാണ് എൻഡോർഫിൻ. എൻഡോർഫിൻ എന്ന് പറയുന്നത് ഒരു ഹാപ്പി ഹോർമോൺ ആണ്, ഒരു എനർജറ്റിക് ഹോർമോൺ ആണ്, ആന്റി ഡിപ്രഷൻ ഹോർമോൺ ആണ്, ഏജിങ് ഹോർമോൺ ആണ്. നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ആക്ടിവിറ്റിക്ക് അഡിക്റ്റ് ആവും. അതായത് വീണ്ടും വീണ്ടും എക്സസൈസ് ചെയ്യണം തോന്നും. പല ആളുകളും ഇപ്പൊ ഞാൻ പറയാം, യോഗ ചെയ്യുന്ന ആളായിക്കോട്ടെ, അല്ലെങ്കിൽ ജോഗിങ്ങിന് പോകുന്ന ആളായിക്കോട്ടെ, ഫിറ്റ്നസ് സെന്ററിൽ പോകുന്ന ആളായിക്കോട്ടെ, സുംബ ചെയ്യുന്ന ആളായിക്കോട്ടെ, അവർക്ക് ഒരു ദിവസം അത് നിർത്തി കഴിഞ്ഞാൽ എന്തോ ഒരു മാനസിക പ്രയാസമാണ്. ആരാണോ അവരെ വർക്കൗട്ടിന് സ്റ്റോപ്പ് ചെയ്ത് അവരോടൊരു ദേഷ്യമായിരിക്കും. അപ്പൊ ഈ ഒരു ദേഷ്യം വരാനുള്ള കാരണം ഇവിടെ എൻഡോർഫിൻ എന്ന ഹാപ്പി ഹോർമോൺ റിലീസ് ആകുന്നത് കൊണ്ടാണ്. അത് മാത്രമല്ല, മറ്റ് സന്തോഷത്തിന്റെ, അതായത് സെറട്ടോണിൻ എന്ന് പറയുന്നത് ആളുകളെ നമ്മൾ കൂടുതൽ ഹെൽപ്പ് ചെയ്യുമ്പോൾ, അതായത് ഇപ്പൊ ജിമ്മിലൊക്കെ വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും, ഒരുമിച്ച് ജോഡിയായിട്ടൊക്കെ ഫിറ്റ്നസ് സെന്റർ വരുമ്പോൾ ഒരുമിച്ച് വർക്കൗട്ട് ചെയ്യുമ്പോൾ നമ്മൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഇതിന്റെ ഒരു കാരണം എന്താ വെച്ചാൽ സെറട്ടോണിൻ എന്നാണ് ഹാപ്പി ഹോർമോൺ റിലീസ് ആകുന്നതുകൊണ്ടാണ്. അതുപോലെ തന്നെ പിന്നെ ഫിറ്റ്നസ് സെന്ററിൽ നമ്മൾ പിന്നെ ഓക്സിറ്റോക്സിൻ, അതും ഒരു ഹാപ്പി ഹോർമോൺ ആണ്. അതായത് നമ്മൾ ആളുകളുമായിട്ട്, അല്ലെങ്കിൽ സുഹൃത്തുക്കളുമായിട്ട്, അല്ലെങ്കിൽ നമ്മുടെ ഫാമിലിയുമായിട്ട് കൂടിക്കലർന്ന് ജീവിക്കുമ്പോൾ നമ്മൾ റിലീസ് ആകുന്ന ഒരു ഹോർമോൺ ആണ് ഓക്സിറ്റോക്സിൻ. അതുപോലെ തന്നെ ഇപ്പോ ഇത് ഹാപ്പി ഹോർമോണിന്റെ എൻഡോർഫിൻ, ഓക്സിറ്റോക്സിൻ, അതുപോലെ സെറട്ടോണിൻ, പിന്നെ ഡോപ്പമൈൻ എന്നൊരു ഹാപ്പി ഹോർമോൺ ഉണ്ട്. അതായത് മറ്റുള്ളവരെ അംഗീകരിക്കുക, അതായത് മറ്റുള്ളവരെ അപ്രീഷിയേറ്റ് ചെയ്യുക. അതായത് നമ്മളിപ്പോ ഏതൊരാളെയും അപ്രീഷിയേറ്റ് ചെയ്യുമ്പോൾ നമ്മുടെ ബോഡിയിൽ നമുക്ക് ഉണ്ടാകുന്ന ഒരു ഹാപ്പി ഹോർമോൺ ആണ് ഡോപ്പമൈൻ. ഇപ്പൊ നമുക്കറിയാം, നമുക്ക് ലോകത്തെ ഏറ്റവും പ്രയാസമുള്ള കാര്യം എന്താണ്? ഏറ്റവും പ്രയാസം നമ്മളെ തെറ്റ് കണ്ടെത്തുക. ഏറ്റവും എളുപ്പമുള്ള കാര്യം മറ്റുള്ളവരെ കുറ്റം പറയാം, അല്ലെങ്കിൽ മറ്റുള്ളവരെ തെറ്റ് കണ്ടെത്തുക. അപ്പോ നമ്മൾ എന്താ വെച്ചാൽ ഏറ്റവും നല്ല ഒരു പോസിറ്റീവായ കാര്യം എന്ന് പറഞ്ഞാൽ നമ്മളെ തെറ്റ് അംഗീകരിക്കുക, അക്സെപ്റ്റ് യുവർ മിസ്റ്റേക്ക്. നമ്മളെ തെറ്റ് അംഗീകരിക്കുകയാണെങ്കിൽ നമ്മുടെ ബോഡിയിൽ റിലീസ് ആകുന്ന ഒരു ഹോർമോൺ ആണ് ഡോപ്പമൈൻ. ഓക്കെ. അപ്പോ ഞാനിപ്പോ 3 കാര്യങ്ങൾ പറഞ്ഞു ഒപ്റ്റിമൽ ഹെൽത്തിന്റെ. 4ാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ ബാലൻസ്ഡ് ഡയറ്റ് അല്ലെ. നമ്മൾ എന്താണോ കഴിക്കുന്നത് അത് ഫുഡാണ് അല്ലെ, പക്ഷെ നമ്മളെ ബോഡിക്ക് എന്താണോ വേണ്ടത് അതാണ് പോഷകാഹാരം. അപ്പൊ നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിന്റെ ക്വാളിറ്റി, പിന്നെ നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിന്റെ ക്വാണ്ടിറ്റി അല്ല, ക്വാളിറ്റിയാണ് ഇമ്പോർട്ടന്റ്. അതുകൊണ്ട് തന്നെ കരിച്ചതും പൊരിച്ചതും ഷുഗറും ഓയിലും റൈസും മാക്സിമം ഫുഡിൽ നിന്ന് കുറക്കുക എന്നുള്ളതാണ്. അപ്പൊ ഇതാണ് ഒപ്റ്റിമൽ ഹെൽത്ത്.
ഇതേപോലെ തന്നെ ഇപ്പൊ നമുക്കറിയാം പല ആളുകളും ഇപ്പോ ജിമ്മിലൊക്കെ പോകുമ്പോൾ നമുക്കറിയാം ഇപ്പോ പല ആളുകളും എന്നോട് പറയാറുണ്ട് ജിമ്മിലേക്ക് അവരെ ഫിറ്റ്നസ് സെന്ററിൽ അവർക്ക് ഇൻവൈറ്റ് ചെയ്യുമ്പോൾ വയസ്സായ ആളുകളാണ് കൂടുതലും ആ കാര്യം എന്നോട് പറയാറ്. അതായത് പിന്നെ പിന്നെ എനിക്ക് ജിമ്മിലൊന്നും പോകേണ്ട ആവശ്യമില്ല, ഞാനൊരു 10-30 വർഷമായിട്ട് എന്റെ വെയിറ്റ് 70 ആണ്, 70 കിലോഗ്രാം ആണ്, എനിക്ക് അതിന്റെ ആവശ്യമില്ല, ഞാൻ വെയിറ്റ് കൂടിയിട്ടേ ഇല്ല. അപ്പൊ നമ്മൾ അതിൽ മനസ്സിലാക്കേണ്ട കാര്യം അദ്ദേഹത്തിന് ഒരു 20 വയസ്സാകുമ്പോൾ അല്ലെങ്കിൽ അദ്ദേഹത്തിന് 25 വയസ്സാകുമ്പോൾ അദ്ദേഹത്തിന്റെ മസിൽ മാസ് 35 കിലോനും ഈ 70 കിലോ ആവുന്ന സമയത്ത് 35 കിലോ മസിലും 15 കിലോ ഫാറ്റും ആണ്. പക്ഷെ ഇന്ന് അദ്ദേഹം 15 കിലോ മസിലും 35 കിലോ ഫാറ്റും ആണ്, ബോഡി വെയിറ്റ് സെയിം. പക്ഷെ നമുക്കറിയാം വയസ്സായി വരുന്ന ആളുകളെ വയറിങ്ങനെ കൂടി വരുന്നത് കാണാൻ പറ്റൂലേ. കാരണം എന്താണ്? കാരണം സ്ട്രെസ്. കാരണം അവർക്ക് ഒറ്റപ്പെടലിന്റെ സ്ട്രെസ് ഹോർമോൺ ഏറ്റവും കൂടുതൽ വയസ്സായ ആളുകളിലാണ് വരുന്നത്. കാരണം സ്ട്രെസ് ഹോർമോൺ റിലീസ് ആയി കഴിഞ്ഞാൽ എന്താ വിഷയം അറിയോ? നമ്മുടെ ബോഡിന്റെ ഫ്യൂല് ചേഞ്ച് ആവും. അതുവരെ നമ്മൾ കഴിക്കുന്ന ഫുഡായിരിക്കും നമുക്ക് എനർജി. പക്ഷെ സ്ട്രെസ് വന്നു കഴിഞ്ഞാൽ നമുക്കറിയാം വയറിന്റെ അടിയിലൊക്കെ ഒരു വേദന വരും. പിന്നെ നമ്മൾ എന്തെങ്കിലും കഴിച്ചാലൊക്കെ എന്തോ ബാത്റൂമിൽ പോകണം തോന്നും. അതിന്റെ കാരണം എന്താ വെച്ചാൽ സ്ട്രെസ് ഹോർമോൺ റിലീസ് ആയി കഴിഞ്ഞാൽ നമ്മൾ ഫുഡ് ബോഡി എടുക്കൂല. പിന്നെ അവിടെ എനർജി എന്ന് പറഞ്ഞാൽ പ്രോട്ടീൻ ആണ്. പ്രോട്ടീൻ കൺവേർട്ട് ടു ഗ്ലൈക്കോജൻ, ഗ്ലൈക്കോജൻ കൺവേർട്ട് ടു ഗ്ലൂക്കോസ്, ഗ്ലൂക്കോസ് ടു എനർജി. ഈ ഒരു പ്രോസസ്സിലേക്ക് പോകുമ്പോൾ പിന്നെ പ്രോട്ടീൻ എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മുടെ ശരീരത്തിന്റെ ഏകദേശം 79% അല്ലെങ്കിൽ അതിനും മേലെയാണ് നമ്മുടെ മനുഷ്യ ശരീരത്തിലുള്ള പ്രോട്ടീൻ. പക്ഷെ അത് വ്യത്യസ്ത കാറ്റഗറിയിലാണ് കിടക്കുന്നത്. ഇപ്പോ ഈ ഒരു പ്രോട്ടീൻ എനർജിക്ക് വേണ്ടി കൺവേർട്ട് ആകുമ്പോൾ നമ്മൾ കഴിക്കുന്ന പ്രോട്ടീന്റെ ലിമിറ്റ് കുറയുകയുമാണെങ്കിൽ എന്തൊക്കെയാണ് നമ്മുടെ ബോഡിയിലെ പ്രോട്ടീൻ? പിന്നെ പ്രോട്ടീനോട് നിർമ്മിതമായ എന്തെല്ലാം നമ്മുടെ ബോഡിയിലുണ്ട്? മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ ഓർഗനാണ് സ്കിൻ അല്ലെ. ഏകദേശം 5 കിലോ പോലും സ്കിന്നിന്റെ വെയിറ്റ് ഉണ്ട്. ഈ സ്കിന്ന് കംപ്ലീറ്റ് പ്രോട്ടീനാണ്. അപ്പൊ എന്താ സംഭവിക്കുക? നമുക്ക് നമ്മളെ സ്കിന്നിന് ചുളിവുകൾ സംഭവിക്കും, ഏജിങ് പ്രോസസ് സ്റ്റാർട്ട് ആവും. രണ്ടാമത് നമ്മുടെ സൈനോയിൽ ഫ്ലൂയിഡ്, നമ്മളെ എല്ലാ ജോയിന്റിലും ഫ്ലൂയിഡ് ഉണ്ട്. ആ ഫ്ലൂയിഡ് കംപ്ലീറ്റ് പ്രോട്ടീൻ ആണ്. അപ്പൊ അത് കുറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് മുട്ടുവേദന, ബാക്ക് പെയിൻ, നീ പെയിൻ, ഷോൾഡർ പെയിൻ ഒക്കെ വരും. മൂന്നാമത് എന്ന് പറയുന്നത് നമ്മുടെ ഹെയർ അല്ലെ. നമ്മുടെ മുടി കംപ്ലീറ്റ് പ്രോട്ടീൻ ആണ്. ഇത് പോയി കഴിഞ്ഞാൽ എന്താവും? നമ്മൾ ഭംഗി പോകും. മെയിനായിട്ട് ഏറ്റവും ഒരാളെ ഭംഗിയിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് 2ാം സ്ഥാനമാണ് ഹെയർ. അപ്പൊ എന്ത് ഇത് പോയി കഴിഞ്ഞാലും നമ്മുടെ കോൺഫിഡൻസ് ഡൗൺ ആവും. നാലാമത്തെ കാര്യം നമ്മളെ മസിലാണ്. മസിലാണ് നമ്മളെ ബോഡിക്ക് ഷേപ്പ് നൽകുന്നത്. ഏതൊരു മനുഷ്യന്റെ ഇപ്പം മസിലിന്റെ നമ്മൾ കഴിക്കുന്ന ഫുഡിന്റെ 75% കൊണ്ടുപോകുന്നത് മസിലാണ്. കാരണം മസിലാണ് മെറ്റബോളിക് ഓർഗനാണ്. ഏറ്റവും കൂടുതൽ നമ്മൾ കഴിക്കുന്ന ഫുഡിനെ ഒരു കിലോ മസിലിനെ മെയിൻറ്റെയിൻ ചെയ്യാൻ നമ്മുടെ ബോഡിയിൽ 30 കാലറി അതിന് വേണ്ടി പിന്നെ ബേൺ ആവുന്നുണ്ട്. അപ്പൊ ഒരു 50 കിലോ മസിലുണ്ട് 1500 കലോറി സാധാ കഴിക്കുന്ന ആൾ കൂടുതൽ അയാൾക്ക് വേണം. അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം ഈ ഒരു മസിൽ ഇപ്പൊ മനുഷ്യരിലെ ഏറ്റവും വലിയ ബിഗ്ഗർ ക്വാണ്ടിറ്റി വൈസ് ബിഗ്ഗർ മസിൽ ഏതാണ്? നമ്മൾ ഗ്ലൂട്ടിയസ് മാക്സിമസ്, നമ്മളെ ഹിപ്പിലുള്ള. അപ്പൊ ഈ മസില് ഇപ്പൊ നമുക്കറിയാം പല ആളുകളും പിന്നെ അവരെ എന്താ പറയാ ലോവർ ബോഡി ഷുഗർ വന്നു കഴിഞ്ഞാൽ ലോവർ ബോഡി കുറയാനുള്ള കാരണം എന്താ? കാരണം ലോവർ ബോഡിയിലാണ് നമ്മളെ ഏറ്റവും വലിയ മസിൽ ഗ്രൂപ്പ് കോർഡിസിക്സ് ഗ്രൂപ്പ്. ഏറ്റവും കൂടുതൽ വെയിറ്റ് 1000 കിലോ പോലും വെയിറ്റ് എടുക്കാൻ പറ്റുന്ന കോർഡിസിക്സ് ഗ്രൂപ്പ് നമ്മളെ തൈസ് മസിലുള്ളത് ലോവർ ബോഡിയിലാണ്. ഏറ്റവും വലിയ ക്വാണ്ടിറ്റി വൈസ് ആയിട്ടുള്ള ഏറ്റവും വലിയ ഗ്ലൂട്ടിയസ് മാക്സിമസ് എന്ന നമ്മുടെ ഹിപ്പ്, നമ്മുടെ ബട്ടക്സ് ലോവർ ബോഡിയിലെ മസിലാണ്. അത് ഏറ്റവും വലിയ മസിലാണ്. ഈ മസിൽ അറിയാതെ നമ്മുടെ ബോഡിയിൽ ഒരു മൂവ്മെന്റ്സ് നടക്കുന്നില്ല. നമ്മളെ ഹിപ്പ് മസിൽ അറിയാതെ ലൂക്കോമോഷൻ, അതായത് മൂവ്മെന്റ്സിന്റെ പ്രഭവ കേന്ദ്രമാണ് നമ്മുടെ ഹിപ്പ്. നമുക്കറിയാം പല ആളുകൾക്ക് ഷുഗർ വരുമ്പോൾ ഹിപ്പ് വളരെയധികം ഡൗൺ ആകുന്ന കാണാറുണ്ട്. കാരണം നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം ലോവർ ബോഡിയിലേക്ക് ഇപ്പൊ ഈ ഒരു പ്രോഗ്രാമിന് തന്നെ ഇപ്പൊ പല ആൾക്കാരും പിന്നെ പല പരിപാടിക്കും നടന്നിട്ട് പോകൽ വളരെ അപൂർവമാണ്. എല്ലാവരും സ്കൂട്ടറോ അല്ലെങ്കിൽ കാറോ എടുത്ത് പോകും. അപ്പൊ ഈ ഒരു അവസ്ഥയിൽ ഇപ്പൊ ഈ ലോവർ ബോഡി എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഏറ്റവും കൂടുതൽ ബ്ലഡ് സർക്കുലേഷനും ഏറ്റവും കൂടുതൽ ബോണും ഏറ്റവും കൂടുതൽ നാഡി ഞരമ്പുകളും ഏറ്റവും കൂടുതൽ ബ്ലഡ് വോളിയം കിടക്കുന്നത് നമ്മുടെ ലോവർ ബോഡിയിലാണ്. ഒരാൾക്ക് വയസ്സ് ആരംഭിക്കുന്നത് കാലിൽ നിന്നാണ്. കാലിൽ നിന്ന് ബ്രെയിനിലേക്കുള്ള സിഗ്നൽ കുറയുമ്പോഴാണ് സത്യത്തിൽ നമുക്ക് വയസ്സാകുന്നത്. നമുക്കറിയാം പല ആളുകളും കുറച്ച് ഏജ് ആയി കഴിഞ്ഞാൽ ബാത്റൂമിൽ വീണെന്ന് കേൾക്കൂലേ. പിന്നെ 2 ആഴ്ച കിടന്ന അയാൾ മരിച്ചിട്ടുണ്ടാവും. എന്താ കാരണം? ബാത്റൂമിൽ അയാൾ വെറുതെ വീണതല്ല. നമ്മളൊക്കെ ഈ ഏജിൽ ബാത്റൂമിൽ ഇതുവരെ വീണിട്ടുണ്ടോ? ഇതിന് അപൂർവം ആൾക്കാർ വീണുള്ളൂ ബാത്റൂമിൽ. കാരണം കാലം നിലത്ത് അവിടെ വെച്ചോ എന്നുള്ള സിഗ്നൽ ബ്രെയിനിൽ കിട്ടണം. അങ്ങനെ നമ്മളെ അയാൾ കൺട്രോൾ കിട്ടുള്ളൂ. ആ സിഗ്നൽ കിട്ടിയില്ലെങ്കിൽ അയാൾ വീണ് പോകും. അപ്പൊ ഈ കാല് നമ്മളത് എപ്പോഴും ആക്റ്റീവ് ആയിരിക്കണം. നമ്മൾ ഫിറ്റ്നസ് സെന്ററിൽ എപ്പോഴും ഇമ്പോർട്ടന്റ് കൊടുക്കേണ്ടത് കാലിനാണ്. അതാ ഞാൻ പറയുന്നത്. കാരണം ഈ ഡാഡി ഓഫ് വർക്കൗട്ട് എന്ന് പറയുന്ന വർക്കൗട്ട്, കിങ് ഓഫ് വർക്കൗട്ട്, ഇതൊക്കെ ലോവർ ബോഡിന്റെ വർക്കൗട്ടാണ്. പിന്നെ മദർ ഓഫ് വർക്കൗട്ട് ലോവർ ബോഡിയാണ്. അപ്പൊ പിന്നെ നമുക്കറിയാം നമ്മുടെ ലോവർ ബോഡിയിലുള്ള ബ്ലഡിനെ മേലേക്ക് പുഷ് ചെയ്ത് ഹൃദയത്തെ സഹായിക്കുന്ന മസിൽ ഉണ്ട്. സെക്കൻഡ് ഹാർട്ട് എന്നാണ് ഈ മസിലിന്റെ പേര്. 2ാമത്തെ ഹൃദയം, അതാണ് നമ്മുടെ കാഫ് മസിൽ.
അപ്പൊ ഈ കാഫ് മസിൽ വീക്ക്, ഹാർട്ട് അറ്റാക്ക് അല്ലെങ്കിൽ ഹാർട്ട് പേഷ്യന്റ് ഏതൊരാളെ നോക്കിയാലും ഈ കാഫ് മസിൽ നമ്മളെ പിന്നെ മടമ്പിന്റെ ഹീലിന്റെ മേലെയുള്ള മസിലാണ് കാഫ് മസിൽ. ഈ മസിൽ വീക്കായിരിക്കും. അപ്പൊ നമ്മൾ ഏറ്റവും സ്ട്രെങ്തനിങ് കൊടുക്കേണ്ട പാർട്ടാണ് നമ്മുടെ ഹിപ്പ്, നമ്മൾ ഈ പറഞ്ഞ കാഫ് മസിൽ, അതുപോലെ തൈസ്. പല ആളുകളും ജിമ്മിൽ പോകുമ്പോൾ ചിലപ്പോൾ ബൈസെപ്സ് ഒക്കെ ചിലപ്പോൾ ചെയ്യും, ചെസ്റ്റിന് ചെയ്യും. പക്ഷെ അത് ഏറ്റവും ഇമ്പോർട്ടന്റ് നമ്മൾ ചെയ്യേണ്ടത്, ഏറ്റവും ഇമ്പോർട്ടന്റ് നമ്മൾ കൊടുക്കേണ്ടത് ലോവർ ബോഡിക്കാണ്. അതുപോലെ തന്നെ ഇപ്പൊ നമുക്കറിയാം പല ആളുകളും ഫിറ്റ്നസ് സെന്ററിൽ പോയി, ഇപ്പൊ നിങ്ങൾ തന്നെ യൂട്യൂബിലൊക്കെ നോക്കിയ കഴിഞ്ഞാല് വയറ് കുറയാൻ വേണ്ടി എന്തിനു നമ്മൾ ജിമ്മിൽ പോകണം? നമുക്ക് യൂട്യൂബിലോ അല്ലെങ്കിൽ ഗൂഗിളിലോ അല്ലെങ്കിൽ ഇൻസ്റ്റയിലോ അടിച്ചാൽ കിട്ടുമല്ലോ. നിങ്ങൾ അങ്ങനെ എവിടെ അടിച്ചാലും വയറ് കുറയാൻ വേണ്ടിയിട്ട് നമ്മൾ കാണുന്നത് വയറിന്റെ എക്സസൈസ് ആണ് അല്ലെ. ഇപ്പൊ എന്റെ അടുത്ത് ജിം ഫിറ്റ്നസ് സെന്ററിൽ ഒരു പയ്യൻ വരികയാണ്, സാറേ എനിക്ക് കൈ ഭയങ്കര മെലിഞ്ഞിട്ടാണ്, എനിക്ക് കൈയിന്റെ വണ്ണം കൂടണം. ഞാൻ എന്താ ചെയ്യാ? അദ്ദേഹത്തിന് ഞാൻ കൈയിന്റെ എക്സസൈസ് കൊടുക്കും അല്ലെ. കൈയിന്റെ എക്സസൈസ് നിരന്തരം കൊടുക്കുമ്പോൾ അയാളെ കൈയിന്റെ സൈസ് അല്ലെങ്കിൽ അയാളെ ബൈസെപ്സിന്റെ സൈസ് കൂടും. ഒരാൾ ചെസ്റ്റ് പറ്റ മെലിഞ്ഞ് ഫിറ്റ്നസ് സെന്ററിൽ വരുമ്പോൾ അയാൾക്ക് ഞാൻ എന്ത് എക്സസൈസാ കൊടുക്കുക? അയാൾക്ക് ചെസ്റ്റിന്റെ എക്സസൈസ് കൊടുക്കും. ചെസ്റ്റിന്റെ എക്സസൈസ് നിരന്തരം കൊടുത്താൽ എന്താ സംഭവിക്കുക? ചെസ്റ്റ് എന്ത് ചെയ്യും? അതിന്റെ ഡയോമീറ്റർ കൂടുമ്പോൾ ചെസ്റ്റ് കുറച്ചുകൂടി പ്രൊജക്ട് ചെയ്ത് ഒന്നുകൂടി ഷർട്ടൊക്കെ ഇടും, ടീഷർട്ടൊക്കെ ഇടും, നല്ല ഭംഗിയുണ്ടാവും. അപ്പൊ അപ്പൊ നമുക്ക് ഇതിന് എന്താ മനസ്സിലായത്? കയ്യിലെ വണ്ണം കൂടാൻ കയ്യിന്റെ എക്സസൈസ് കൊടുത്തു, ചെസ്റ്റ് കൂടാൻ വേണ്ടി ചെസ്റ്റിന്റെ എക്സസൈസ് കൊടുത്തു. അപ്പൊ നമ്മൾ വയറ് കുറയാൻ വേണ്ടി എന്ത് കൊടുക്കും? പല ആളുകളും വയറ് കുറയാൻ വേണ്ടി വയറിന്റെ എക്സസൈസ് ചെയ്യുന്നത്. നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, വയറിന്റെ എക്സസൈസ് ചെയ്യുമ്പോൾ വയറിന്റെ മസിലിന്റെ ഡയമീറ്റർ കൂടാണ് ചെയ്യുന്നത്, അല്ലാതെ അവിടെ പിന്നെ മസിൽ അവിടെ കുറയല്ല ചെയ്യുന്നത്. വയറിന്റെ മസിൽ കുറയണമെന്നുണ്ടെങ്കിൽ നമ്മൾ മേജർ മസിൽ ഗ്രൂപ്പിന് ട്രെയിൻ ചെയ്യണം. ഏതാണ് മേജർ മസിൽ ഗ്രൂപ്പ്? ക്വാഡ്രിസെപ്സ് ഗ്രൂപ്പ്, ഹാംസ്ട്രിങ്, അതുപോലെ ഹിപ്പ് അല്ലെ, അതുപോലെ കോമ്പൗണ്ട് എക്സസൈസ്. ഒന്നിൽ കൂടുതൽ ജോയിന്റ് ഇൻവോൾവ് ആയിട്ടുള്ള എക്സസൈസിനാണ് നമ്മൾ വർക്കൗട്ട് കൊടുക്കേണ്ടത്. അബ്ഡമന്റെ എക്സസൈസ് ആണ് ഒറ്റ ജോയിന്റ് ആയി ഇൻവോൾവ് ഉള്ളൂ. അപ്പൊ നമ്മള് അതേപോലെ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞു പുഷപ്പിന്റെ കാര്യം. അപ്പൊ നമ്മൾ കൂടുതലായിട്ട് നമ്മൾ വർക്കൗട്ട് ഫിറ്റ്നസ് സെന്ററിൽ ചെയ്യുന്നത് നമ്മുടെ ബാക്കിനാണ്. കാരണം നമ്മളൊരു ഓഫീസിൽ ഇരിക്കുമ്പോൾ നമ്മൾ ഇതുപോലെ റൗണ്ട് ഷോൾഡർ ആയി നെക്ക് ഫോർവേഡ് ടൈറ്റ് ആയിട്ടൊക്കെയാണ് ഇരിക്കുന്നത്. ഇങ്ങനെ ഇരിക്കുമ്പോൾ വർക്ക് ചെയ്യുന്ന മസിൽ എന്ന് പറഞ്ഞാൽ ചെസ്റ്റ് മസിലും ആന്റീരിയർ ഡെൽറ്റോയിഡ് ഒക്കെയാണ്. അപ്പൊ അയാൾ നിരന്തരം ഇരിക്കുമ്പോഴാണ് നമ്മൾ പുറം വളഞ്ഞു വരുന്നത്. അപ്പൊ ഇതിനെതിരെ നമ്മൾ എന്താ ചെയ്യേണ്ടത്? പോസ്റ്റീരിയർ ഡെൽറ്റോയിഡിന്റെ എക്സസൈസ് കൊടുക്കണം. അതുപോലെ നമ്മുടെ ബാക്കിന്റെ അപ്പർ ബോഡിയിലെ ഏറ്റവും ബിഗർ മസിലാണ് ലാസിമി ഡോർസി. ഈ മസിൽ സ്ട്രോങ് ആണെങ്കിൽ നമ്മുടെ പോസ്റ്റർ അടിപൊളിയായിരിക്കും. ഈ മസിൽ വീക്ക് ആയി കഴിഞ്ഞാൽ ആളെ പോസ്റ്റർ മൊത്തത്തിൽ മാറും. അപ്പൊ നമ്മൾ ബാക്കിന്റെ വർക്കൗട്ട് കൊടുക്കണം. അതുപോലെ തന്നെ ലോവർ ബോഡിയിലെ ആന്റീരിയർ ചെയിൻ, അതായത് ഫ്രണ്ടിന്റെ ഭാഗത്തിനാണ് നമ്മൾ വർക്കൗട്ട് കൊടുക്കേണ്ടത്. കാരണം എന്താണ്? ഓൾറെഡി നമ്മൾ ഇരിക്കുമ്പോൾ നമ്മൾ ഹാംസ്ട്രിങ് മസിൽ ആക്റ്റീവ് ആണ്. അപ്പം ആക്റ്റീവ് ആകുമ്പോൾ എന്താ സംഭവിക്കുക? നമ്മൾ കഴിക്കുന്ന മോസ്റ്റ് ഓഫ് ദ ഫുഡും കാലിന്റെ ബാക്കിലെ മസിലേക്ക് പോകും. എന്താ കാലിന്റെ ബാക്കിന്റെ മസിലിന്റെ ഫംഗ്ഷൻ? നീ ഫ്ലെക്ഷൻ, അതായത് മുട്ടുമടക്കുക. ഇന്നിപ്പോ ഈ വീഡിയോ കാണുന്ന എല്ലാവരും മുട്ടുമടക്കിയല്ലേ ഇരിക്കുന്നത്. അപ്പൊ വർക്ക് ചെയ്യുന്ന മസിൽ ഏതാണ്? ഹാംസ്ട്രിങ്ങിന്റെ മസിൽ. അപ്പൊ നമ്മൾ കഴിക്കുന്ന ഫുഡ് എവിടെ പോവാ? ഞാനത് പറയാൻ കാരണം, നമ്മൾ ഏതൊരാളെ റൈറ്റ് ഹാൻഡും, അതായത് അവർ റൈറ്റ് ഹാൻഡർ ആണെങ്കിൽ റൈറ്റ് ഹാൻഡ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ വണ്ണം കൂടുതലായിരിക്കും, ലെഫ്റ്റ് ഹാൻഡ് വണ്ണം കുറവായിരിക്കും. എന്താ കാരണം? നമ്മൾ കൂടുതൽ യൂസ് ചെയ്യുന്ന റൈറ്റ് ഹാൻഡ് ആണ്. അപ്പോൾ നമ്മൾ കഴിക്കുന്ന മോസ്റ്റ് ഓഫ് ദ ഫുഡും മിനറൽസ്, വൈറ്റമിൻസ്, പ്രോട്ടീൻ റൈറ്റ് ഹാൻഡിലേക്ക് പോകും. ഇതേപോലെ നമ്മൾ ഹാംസ്ട്രിങ് കൂടുതലായിട്ട് ഇരിക്കുമ്പോൾ നമ്മളെ കൂടുതൽ കഴിക്കുന്ന ഫുഡ് ഹാംസ്ട്രിങ് മസിലിൽ പോകും. കാരണം അതാണ് ആക്റ്റീവ്. ഏത് മസിലാണ് ഇനാക്റ്റീവ്? നമ്മുടെ ക്വാഡ്രിസെപ്സ് ഗ്രൂപ്പ്. അതായത് നമ്മൾ 1000 കിലോ വെയിറ്റ് എടുക്കാൻ പറ്റുന്ന മസിൽ ആകെ വർക്ക് ചെയ്യുന്നത് നമ്മൾ എണീക്കുമ്പോൾ മാത്രമാണ്. അങ്ങനെയാണ് ഈ മസിൽ നമുക്ക് മുട്ടുവേദന വരാനുള്ള കാരണം. എന്താ പറയുക? ഈ ക്വാഡ്രിസെപ്സ് ഗ്രൂപ്പ് വീക്ക് ആയതുകൊണ്ടാണ്. അപ്പൊ നമ്മൾ ഫിസിയോതെറാപ്പിസ്റ്റ് എടുത്ത് പോകും, അവരെന്ത് ചെയ്യും? ക്വാഡ്രിസെപ്സ് മസിലിനുള്ള തൈസിലുള്ള എക്സസൈസ് ചെയ്യുന്നു, അത് റെഡി ആവും. കാരണം എന്താ? അപ്പം നമ്മൾ കഴിക്കുന്ന ഫുഡ് അവിടെ പോകും. ഇതേപോലെ നമുക്ക് ബാക്ക് പെയിൻ വരാനുള്ള കാരണം എന്താണ്? നമ്മൾ ഇരിക്കുമ്പോൾ എന്താണ് അബ്ഡമന്റെ ഫംഗ്ഷൻ? അബ്ഡമന്റെ ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ ഹിപ്പ് ഫ്ലെക്ഷൻ ആണ്. അതായത് നമ്മളെ അബ്ഡമന്റെ ഹിപ്പിന്റെ അവിടെ മടക്കിയിട്ട് ഇരിക്കുക. ഇപ്പൊ നമ്മളെല്ലാവരും മോസ്റ്റ് ഓഫ് ദ ഇതിൽ ഇരിക്കുന്ന ഏകദേശം 40ഓളം ആളുകളും ഹിപ്പ് ഫ്ലെക്ഷനിലാണ്. അതായത് വയർ അണ്ടർ വർക്കിംഗ്, നമ്മൾ വയർ വർക്കിങ്ങിലാണ്. അതുകൊണ്ടാണ് നമ്മൾ കഴിക്കുന്ന മോസ്റ്റ് ഓഫ് ദി ഫുഡും വയറിലേക്ക് പോകുന്നു, വയർ ചാടുന്നത്. അപ്പൊ ഈ ഒരു അവസ്ഥയിൽ നമ്മൾ ജിമ്മിൽ പോയിട്ട് വർക്കൗട്ട് വയറിന് കൊടുക്കുകയാണ് വേണ്ടത്? അല്ല, നമ്മൾ അതിന്റെ ഓപ്പോസിറ്റ് ആക്ടിവിറ്റിയാണ് ചെയ്യേണ്ടത്. അപ്പോൾ നമ്മൾ വയറ് കൂടാനുള്ള കാരണം വയറ് ആക്റ്റീവ് ആയതുകൊണ്ടാണ്. അപ്പൊ നമ്മൾ നമ്മുടെ ബോഡിയിൽ ഇനാക്റ്റീവ് ആയ മസിലിന് ആക്റ്റീവ് ആയ മസിലിന് സ്ട്രെച്ചും ആണ് കൊടുക്കേണ്ടത്. അപ്പൊ എവിടെയാണ് നമ്മളെ ബോഡിയിൽ ഇനാക്റ്റീവ് ആയ മസിൽ? ഏതാണ്? നമ്മുടെ ലോവർ ബോഡിയിലെ പോസ്റ്റീരിയർ ചെയിൻ, അതായത് ലോവർ ബോഡിയിലെ ബാക്ക് സൈഡ്. അതുപോലെ അപ്പർ ബോഡിയിലെ ഫ്രണ്ട് സൈഡ്. അപ്പർ ബോഡിയിലെ ഫ്രണ്ട് സൈഡിൽ സ്ട്രെച്ചും ബാക്ക് സൈഡിൽ നമ്മൾ സ്ട്രെങ്ത്തും കൊടുക്കണം. ലോവർ ബോഡിയിലെ ഫ്രണ്ട് സൈഡിൽ സ്ട്രെങ്ത്തും ബാക്ക് സൈഡിൽ നമ്മൾ സ്ട്രെച്ചും കൊടുക്കണം. ഈ രീതിയിൽ വർക്ക്ഔട്ട് ചെയ്യുമ്പോഴാണ് നമ്മൾ സ്ട്രെയിറ്റ് ആവുള്ളൂ. ഇപ്പോഴത്തെ ന്യൂ ജനറേഷന്റെ ട്രെൻഡ് എന്താ വെച്ചാൽ സ്ട്രെയിറ്റനിങ് ദ ബോഡി മോർ ബെറ്റർ ദാൻ സ്ട്രെങ്തനിങ്. അതായത് ഒരാളെ പോസ്റ്റർ കറക്റ്റ് ചെയ്യുക എന്നുള്ളതാണ്, ഒരാൾ സ്റ്റഡി ആയിട്ട് നിൽക്കുക എന്നുള്ളതാണ് അയാളെ സ്ട്രെങ്ത് ബിൽഡ് ചെയ്യുന്നതിനേക്കാളും ഇമ്പോർട്ടന്റ്.
കാരണം നമുക്കറിയാം നമ്മളിവിടെ സ്ട്രെങ്ത് ബിൽഡ് ചെയ്യാന്നാല് ഒരാളെ പോസ്റ്റർ എന്ന് പറഞ്ഞാൽ 24 മണിക്കൂർ അയാൾക്ക് മറ്റുള്ള ആരെ നിരീക്ഷിക്കുന്നവർക്കും അയാൾക്കും അത് ആസ്വദിക്കാൻ പറ്റും. സ്ട്രെങ്ത് വല്ലപ്പോയി നമുക്കത് യൂസ് ആവുന്നുള്ളൂ. അപ്പൊ നമ്മൾ എല്ലാവരും ശ്രദ്ധിക്കേണ്ടത് എന്താണ് അറിയാം, ഇഞ്ചുറി വരാതെ സേഫ് ആൻഡ് എഫക്റ്റീവ് ഫ്രീ ഇഞ്ചുറി വർക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോ ഞാൻ പറഞ്ഞുകൊണ്ട് വരുന്നത്, ഇപ്പൊ ഫിറ്റ്നസ് സെന്ററിൽ പോകുമ്പോ അല്ലെങ്കിൽ ജിമ്മിൽ പോകുമ്പോ അല്ലെങ്കിൽ നിങ്ങൾ വ്യായാമം ചെയ്യുമ്പോൾ അല്ലെങ്കിൽ നിങ്ങൾ എക്സസൈസ് ചെയ്യുമ്പോൾ വർക്കൗട്ട് ചെയ്യുമ്പോൾ നിങ്ങൾ ഉണ്ടാകുന്ന മാറ്റങ്ങൾ എന്ന് പറയുന്നത്, ഒന്ന് നിങ്ങൾ ഇഷ്ടപ്പെട്ട ഏതൊരു ഡ്രസ്സ് ധരിച്ചാലും നിങ്ങൾക്ക് അത് കംഫർട്ട് ആയിരിക്കും. അല്ലാതെ നിങ്ങൾ ഡ്രസ്സ് ഇട്ടാൽ നിങ്ങൾക്ക് ആ ഡ്രസ്സ് ഒരു കംഫർട്ടായി തോന്നില്ല. രണ്ടാമത്, നിങ്ങൾ ഏതൊരു സ്ഥലത്തേക്കും നിങ്ങൾക്ക് കിതപ്പുകളില്ലാതെ ഓടി കയറി ചെല്ലാൻ പറ്റും. മൂന്നാമത്, ഏത് നട്ടപ്പാതിരക്കും ഏത് അർദ്ധരാത്രിയും നമുക്ക് ഇഷ്ടമുള്ള ഫുഡ് കഴിക്കാൻ പറ്റും. നാലാമത്, നമ്മൾ നമ്മളെ ബോഡിയെ കുറിച്ച് ചിന്തിക്കുകയില്ല. നമ്മൾ എന്തുകൊണ്ടാണ് ചിന്തിക്കുന്നത്? മുട്ടുവേദന, അല്ലെങ്കിൽ എന്താ ചിന്ത, ബാക്ക് പെയിൻ, അല്ലെങ്കിൽ വയറ് ചാടി. ഈ ചിന്ത വരാത്തതിന്റെ കാരണം എന്താണ്? രാത്രി ഫിറ്റാണ്. അഞ്ചാമത്തെ കാര്യം എന്ന് പറയുന്നത്, അയാളെ ഫ്രണ്ട് സർക്കിളിനുള്ളിൽ, അയാളെ സുഹൃത്തുക്കളുടെ ഇടയിൽ അയാൾ ശ്രദ്ധ കേന്ദ്രമായിരിക്കും. അപ്പൊ നമ്മളെ കോൺഫിഡൻസ് കൂടാൻ നമുക്ക് ഫിറ്റ്നസ് ആവശ്യമാണ്. അതേപോലെ തന്നെ ഫിറ്റ്നസ്, നമുക്ക് ഒരാൾ ഫിറ്റ് എന്ന് പറയുമ്പോൾ ഫിറ്റ് ആകാൻ വേണ്ടി 5 കാര്യങ്ങളുണ്ട്. അതിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് എന്നാൽ എയറോബിക് എൻഡുറൻസ് ആണ്. നമ്മളെ ഹാർട്ടിന്റെ ലങ്സിന്റെ കപ്പാസിറ്റി, അതായത് പുറത്തുള്ള ഓക്സിജനെ, പുറത്തുള്ള എയറിനെ, അല്ലെങ്കിൽ നമ്മളെ ഹാർട്ടും ലങ്സിലും അതുപോലെ മസിലിലേക്കും എത്രത്തോളം എത്തിക്കാൻ പറ്റുമെന്ന കപ്പാസിറ്റി കൂടുന്നതിനെയാണ് എയറോബിക് എൻഡുറൻസ് എന്ന് പറയുന്നത്. രണ്ടാമത് മസ്കുൽ സ്ട്രെങ്ത് ആണ്. ഒറ്റയടിക്ക് നിങ്ങൾക്ക് എത്ര വെയിറ്റ് എടുക്കാൻ പറ്റും. കാരണം ഇത് അറിഞ്ഞാലാണ് നിങ്ങൾക്ക് ഏത് വെയിറ്റ് എടുത്തിട്ടാണ്, കാരണം നമ്മൾ ഒറ്റയടിക്ക് എടുക്കുന്ന വെയിറ്റിന്റെ 60 to 70% വെയിറ്റിലാണ് നമ്മൾ വർക്ക്ഔട്ട് ചെയ്യേണ്ടത്. അപ്പൊ നമ്മൾ 10 കിലോന് എടുക്കാൻ പറ്റുന്ന ഒരാളാണെങ്കിൽ നമ്മൾ 6-7 kgയിലാണ് നമ്മൾ വർക്ക്ഔട്ട് ചെയ്യേണ്ടത്. അങ്ങനെ ആകുമ്പോൾ നമുക്ക് സേഫും എഫക്റ്റീവും ഫ്രീ ഇഞ്ചുറിയുള്ള വർക്ക്ഔട്ട് ചെയ്യാൻ പറ്റും. മൂന്നാമത്തത്, ഫിറ്റ് ആവാൻ വേണ്ട കോമ്പോണൻസിൽ മൂന്നാമത്തത് എന്ന് പറയുന്നത് മസ്കുൽ എൻഡൂറൻസ് ആണ്. അതായത് ലോ ഇന്റൻസിറ്റിയുള്ള വർക്കൗട്ടുകൾ നമുക്ക് എത്ര നേരം ചെയ്യാൻ പറ്റും. എക്സാമ്പിൾ വാക്കിംഗ്, ഒരാൾക്ക് വാക്കിംഗ് എത്ര നേരം ചെയ്യാൻ പറ്റും. നാലാമത് വരുന്ന ഫ്ലെക്സിബിലിറ്റി ആണ്. ഹൗ മച്ച് യു ക്യാൻ ബെൻഡ് ആൻഡ് ട്വിസ്റ്റ് യുവർ ബോഡി. നമ്മുടെ ബോഡിക്ക് എത്രത്തോളം നമ്മുടെ ബോഡിയെ ട്വിസ്റ്റ് ചെയ്യാനും ബെൻഡ് ചെയ്യാനും പറ്റുന്നതാണ്. അഞ്ചാമത് വരുന്നത് പ്രോപ്രിയോസെപ്ഷൻ. പ്രോപ്രിയോസെപ്ഷൻ എന്ന് പറഞ്ഞാൽ അതിൽ ഏകദേശം നമ്മുടെ ഓരോ ഇതിന്റെ ഉള്ളിലും ഏകദേശം 5ഓളം ന്യൂറോ മസ്കുലർ ഫെസിലിറ്റേഷൻ ഉണ്ട്. അതിലൊന്നാണ് മോട്ടോ. അതായത് നമ്മുടെ ബ്രെയിനിന് നമുക്കൊരു കാര്യം ചെയ്യാനുള്ള നിർദ്ദേശം കിട്ടുന്നതാണ് മോട്ടോ. അതിൽ രണ്ടാമത്തെ, നമ്മളിപ്പോ തീയിലോ കയ്യിലോ ഒക്കെ നമ്മളെ കൈ തീയിലൊക്കെ തട്ടുമ്പോൾ കൈ പെട്ടെന്ന് റിവേഴ്സ് എടുക്കുന്ന കാരണം സെൻസർ. ഓക്കെ, ഹലോ ഹലോ, ഓഡിയബിൾ അല്ലേ? അല്ല സർ, കണ്ടിന്യൂ ചെയ്തോളൂ. അത് വേറെ ആരോ അറിയാണ്ട് വോയിസ് ഓൺ ആയതാണ്. സർ കണ്ടിന്യൂ ചെയ്തോളൂ. പ്രോപ്രിയോസെപ്ഷൻ എന്ന് പറഞ്ഞു. അപ്പൊ ഇതില് ഫസ്റ്റ് ഞാൻ പറഞ്ഞു സെൻസർ പറഞ്ഞു, മോട്ടോർ പറഞ്ഞു, മൂന്നാമത് പറഞ്ഞ പ്രോപ്രിയോസെപ്ഷൻ ആണ്. പ്രോപ്രിയോസെപ്ഷൻ എന്ന് പറഞ്ഞാല് നമ്മളെ ബേസ് ഓഫ് സപ്പോർട്ട്, നമ്മൾ നിൽക്കുന്ന നമ്മളെ, അതുപോലെ തന്നെ നമ്മൾ സെന്റർ ഓഫ് ഗ്രാവിറ്റി, നമ്മളെ അരക്കെട്ടിന്റെ ഭാഗം ഈ കാലിന്റെ പൊസിഷന്റെ ഉള്ളിൽ വരുമ്പോഴാണ് നമുക്ക് ബാലൻസ് കിട്ടുന്നത്. നമ്മൾ എപ്പോഴും നമ്മൾ അരക്കെട്ട് അല്ലെങ്കിൽ നമ്മൾ അബ്ഡമൻ, നമ്മളെ കാല് നിൽക്കുന്നതിന് പുറത്തേക്ക് പോകുമ്പോഴാണ് നമ്മൾ ബാലൻസ് തെറ്റുന്നത്. അപ്പൊ നമ്മളെ കാലിന്റെ ഉള്ളിൽ നമ്മൾ അരക്കെട്ടിനെ നിലനിർത്താൻ വേണ്ടി നമ്മുടെ ബോഡി കൊടുക്കുന്ന ഒരു സിഗ്നലാണ് ഇത്. ഓക്കെയാണ്, ഈ പ്ലേസ് ഓക്കെയാണ്, ഇവിടെ ഈ രീതി ഇത്ര വിടത്തിലാണ് കാല് വെക്കേണ്ടത്, അല്ലെങ്കിൽ ഇവിടെ ഇത്ര വിടത്തിൽ ഒരു സിംഗിൾ ലെഗിൽ നിൽക്കാൻ പറ്റും എന്ന് ബോഡിക്ക് സിഗ്നൽ കൊടുക്കുന്നതാണ് പ്രോപ്രിയോസെപ്ഷൻ. അതുപോലെ അടുത്ത ഒരു ഇതാണ് GTO, ഗോർഗി ടെൻഡൻ ഓർഗൻ. ഗോർഗി ടെൻഡൻ ഓർഗൻ എന്ന് പറയുന്നത് നമ്മുടെ ബോഡിയിൽ ഓവറായിട്ട് നമ്മൾ വെയിറ്റ് എടുക്കുമ്പോൾ എക്സസീവ് ലോഡ് സഡൻ ഓഫ് മസിൽ, പെട്ടെന്ന് നമ്മൾ ആ വെയിറ്റ് നമ്മൾ വിടും. കാരണം മസിൽ ടിയർ ആവാതിരിക്കാൻ, നമ്മൾ മസിൽ ഡാമേജ് വരാതിരിക്കാൻ നമ്മുടെ മസിലിന്റെ ഉള്ളിലുള്ള ഒരു ന്യൂറോ മസ്കുലർ ഫെസിലിറ്റേഷൻ ആണ് അത്. അടുത്തതാണ് മസിൽ സ്പിൻഡൽ. മസിൽ സ്പിൻഡൽ എന്ന് പറഞ്ഞാൽ സഡൻ സ്ട്രെസ് ഫോഴ്സ്ഫുള്ളി കോൺട്രാക്ട് എന്നാണ് അതിന്റെ ഫംഗ്ഷൻ. അതായത് പെട്ടെന്ന് നമ്മൾ ബാത്റൂമിലോ അല്ലെങ്കിൽ എവിടെയെങ്കിലും വീണ് പോകാൻ നോക്കുമ്പോൾ പെട്ടെന്ന് നമ്മൾ അതിൽ നിന്നും പെട്ടെന്ന് റിയാക്ട് ചെയ്താണ്ട് റെഡി ആവാറുണ്ട് അല്ലെ. പെട്ടെന്ന് നമ്മൾ ഒരാളെ ബാക്കിൽ നിന്ന് ചിലപ്പോൾ തള്ളുമ്പോൾ നമ്മൾ അതിന് ഓപ്പോസിറ്റ് ആയിട്ട് പ്രതികരിക്കും. അത് മസിലിന്. അപ്പൊ ഒരുപാട് പ്രത്യേകത ഉണ്ട് മസിലിന്. കാരണം നമ്മൾ വിചാരിക്കും നമ്മുടെ മനുഷ്യ ശരീരത്തില് മനുഷ്യന് ചേഞ്ച് ചെയ്യാൻ പറ്റുന്ന ഒരേ ഒരു ടിഷ്യൂ ഉള്ളൂ, അത് മസിലാണ്. കാരണം ബാക്കിയുള്ള നമ്മളെ മൂക്ക് മരണം വരെ ഈ ലെങ്ത് ആയിരിക്കും, ഇതിന് ചുളിവുകൾ സംഭവിക്കും, പക്ഷെ എനിക്ക് ഇതിന്റെ ലെങ്ത്തിൽ ഒന്നും ചെയ്യാൻ പറ്റില്ല. എന്റെ ചെവി അല്ലെങ്കിൽ ഇതിലൊന്നും എനിക്ക് മാറ്റം വരുത്താൻ പറ്റില്ല. പക്ഷെ മസിൽ അങ്ങനെയല്ല. മസിൽ ഇപ്പൊ നിങ്ങൾ കാണുമ്പോ ഇത് എന്താണ്, ഇത് ഷോർട്ടൻ ആണ് അല്ലെ, ഇപ്പൊ ഇത് ലെങ്തൻ ആണ്. അപ്പൊ ഈ ഒരു മസില് ഷോർട്ടൻ ചെയ്യാനും ലെങ്തൻ ചെയ്യാനും അതുപോലെ ഫീച്ചറിൽ ഇതിന് ഡയമീറ്റർ കൂട്ടാനും നമുക്ക് പറ്റും. കാരണം അത് നമ്മളെ അണ്ടറിലാണ്.
അപ്പൊ ഈ ഒരു ഇത് യൂസ് ചെയ്തുകൊണ്ടാണ് ദൈവം നമ്മൾ അധ്വാനിക്കുന്നവർക്ക് ഇതിലൂടെയാണ് നമുക്ക് പിന്നെ നമ്മുടെ ബോഡിയുടെ ഷേപ്പ് മാറ്റാനുള്ള അവസരം തന്നിട്ടുള്ളത്. അപ്പൊ ഞാൻ പറഞ്ഞു, നമ്മൾ കഴിക്കുന്ന ഫുഡിന്റെ 75% കൊണ്ടുപോകുന്ന മസിലാണ്, 20% കൊണ്ടുപോകുന്നത് ലിവറാണ്, 5% കൊണ്ടുപോകുന്നത് ബ്ലഡ് ആണ്. അപ്പൊ നമ്മൾ മസിൽ കുറഞ്ഞാൽ എന്താ സംഭവിക്കുക? മസിൽ കുറഞ്ഞു കഴിഞ്ഞാൽ ലിവറിലേക്ക് നമ്മൾ കഴിക്കുന്ന ഫുഡ് പോയാൽ ഫാറ്റി ലിവർ ആകും, അത് ബ്ലഡിലേക്ക് പോകുമ്പോൾ അത് ഷുഗർ ആകും. അപ്പൊ നമുക്ക് ഇതിൽ നിന്ന് മാറാനുള്ള ഒരേ ഒരു മാർഗം എന്ന് പറഞ്ഞാൽ ബിൽഡ് യുവർ മസിൽ മോർ. ലോകത്ത് എവിടെയാണെങ്കിലും എത്ര തിരക്കിനിടയിലും നിങ്ങൾക്ക് ചെറുപ്പമാകണമെങ്കിൽ നിങ്ങൾക്ക് ഒരേ ഒരു നാച്ചുറൽ ഒരു ഇത് എന്ന് പറയുന്നത് ഈ ഒരു ബിൽഡ് മസിൽ മോർ എന്നുള്ളതാണ്. ഓക്കെ, പിന്നെ അടുത്തത് പിന്നെ ഞാൻ അതിൽ പറഞ്ഞു പ്രോപ്രിയോസെപ്ഷൻ. അതിൽ പിന്നെ വരുന്നത് കോർ സ്ട്രെങ്ത് ആണ്. കോർ സ്ട്രെങ്ത് എന്ന് പറഞ്ഞാൽ നമ്മളെ അരക്കെട്ടിലുള്ള എല്ലാ മസിലും, അരക്കെട്ടിലെ ഏതെല്ലാം മസിൽ ഉണ്ട് അല്ലെ? നമ്മളെ അബ്ഡമന്റെ മസിൽ എല്ലാവർക്കും അറിയാം, 6 പാക്ക്. അബ്ഡമിനിൽ തന്നെ എക്സ്റ്റേണൽ ഒബ്ലിക് ഉണ്ട്, നമ്മള് പുറത്തേക്ക് തിരിയുന്ന, നമ്മുടെ ബോഡി പുറത്തേക്ക് തിരിയുമ്പോൾ വർക്ക് ചെയ്യുന്ന മസിലാണ് എക്സ്റ്റേണൽ ഒബ്ലിക്. ഇന്റേണൽ ഒബ്ലിക് നമ്മൾ ഉള്ളിലോട്ട് തിരിയുമ്പോൾ നമ്മുടെ ബോഡിയിൽ വർക്ക് ചെയ്യുന്ന മസിലാണ് ഇന്റേണൽ ഒബ്ലിക്. അതുപോലെ തന്നെ റെക്ടസ് അബ്ഡമിനസ്, അതായത് നമ്മൾ 6 പാക്ക് എന്ന് പറയുന്ന നമ്മളെ പിന്നെ പുറത്ത് കാണുന്ന മസിൽ. ഇതേപോലെ തന്നെ നമ്മൾ ഇന്റേണൽ ഓർഗൻസിനെ ടൈറ്റ് ചെയ്ത് പാക്ക് ചെയ്ത് വെക്കുന്ന ഒരു മസിൽ ഉണ്ട്, അതായത് ഇതിന് നാച്ചുറൽ ബെൽറ്റ് എന്ന് പറയാം, TA, ട്രാൻസ്വേഴ്സ് അബ്ഡോമിൻ എന്നാണ് ഇതിന്റെ ഫുൾ ഫോം. അപ്പൊ ഈ ഒരു 4 മസിലാണ് നമ്മുടെ ഫ്രണ്ടേജിൽ ഉള്ളത്. ഇതേപോലെ ഒരു ഫോട്ടോയിൽ നിങ്ങൾ കാണാത്ത, ആരും ഇൻസ്റ്റയിൽ ഇടാത്ത ഒരു മസിൽ ഗ്രൂപ്പ് കൂടി നമുക്കുണ്ട്. അതായത് 4 മസിൽ ഫ്രണ്ടിൽ നമ്മൾ അബ്ഡോമിൻ ഭാഗത്തുണ്ടെങ്കിൽ അതുപോലെ 4 മസിൽ നമ്മുടെ ലോവർ ബാക്കിലുണ്ട്. അതിന്റെ പേരാണ് ഇലിയാക് കോസ്റ്റാലിസ്, ഇലിയാക് സ്പൈനാലിസ്, മൾട്ടിഫിഡൈ ആൻഡ് ലോങ്സിമസ്. ഈ 4 മസിലിന്റെ പേര് ആരും കേൾക്കാത്തതിന്റെ കാരണം ഇത് കാണാനും അത്ര ഭംഗിയില്ല, പിന്നെ ആർക്കും അതാരും, കാരണം ഈ മസിൽ വീക്ക് ആകുമ്പോഴാണ് നമുക്ക് ഡിസ്ക് ബൾജ്, ബാക്ക് പെയിൻ, ലിഗമെന്റ് സ്ട്രെസ്സും കാര്യങ്ങളൊക്കെ ഉണ്ടാകുന്നത്. കാരണം ഈ മസിലിന്റെ പേരിനനുസരിച്ച് തന്നെ നമ്മളെ പിന്നിലെ വാരിയലിലൂടെയും നമ്മുടെ നട്ടലിലൂടെയും ഇത് കടന്നു പോകുന്ന മസിലുകളാണ്. അപ്പൊ നമുക്ക് മനുഷ്യരിൽ ഏറ്റവും കൂടുതൽ സ്ട്രോങ് ആയിട്ട് നമ്മൾ പറയാറില്ലേ നട്ടലില്ലേന്ന്, ഈ നട്ടലിലൂടെയാണ് ഇത് കടന്നു പോകുന്നത്. അതുകൊണ്ട് ഏറ്റവും സ്ട്രോങ് ആയിട്ടുള്ള മസിലാണ് ഈ മസിലാണ് ഇന്നത്തെ സമൂഹത്തിലെ ഏറ്റവും വീക്ക് ആയിട്ടുള്ള മസിൽ. ഓക്കെ, അതേപോലെ ഇപ്പോ ഒരാൾ ഫിറ്റ് ആവാൻ വേണ്ടി ഞാൻ ഇത്രയും കാര്യങ്ങൾ ഞാൻ പറഞ്ഞു. അപ്പൊ എനിക്ക് അവസാനമായിട്ട് പറയാനുള്ളത്, നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, നമ്മൾ ഇഷ്ടപ്പെടുന്ന അല്ലെങ്കിൽ നമ്മളെ ഇഷ്ടപ്പെടുന്നവരുടെ ലൈഫിൽ നമ്മൾ വേസ്റ്റ് ആകാതിരിക്കണമെങ്കിൽ നമ്മൾ വർക്ക്ഔട്ട് ചെയ്യണം. കാരണം നമുക്കറിയാം, നമ്മുടെ ഭാര്യനെ നമ്മൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ അവർക്ക് എന്ത് നമ്മൾ ചെയ്യാം? അവർക്ക് ഇഷ്ടപ്പെട്ട ഫുഡ് നമ്മൾ ഹോട്ടലിൽ നിന്ന് വാങ്ങിക്കൊടുക്കും, അവരെ പാർക്കിൽ കൊണ്ടുപോകും അല്ലെ, അവരെ നമ്മള് ഡ്രസ്സ് വാങ്ങിക്കൊടുക്കും ഇഷ്ടപ്പെട്ട്. പക്ഷെ സത്യത്തില് നമ്മൾ ആത്മാർത്ഥമായിട്ട് അവരെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നമ്മൾ ചെയ്യേണ്ടത് എന്താണ്? നമ്മൾ അവർക്ക് ഇത് വാങ്ങിക്കൊടുക്കാൻ നമ്മളെ ഹെൽത്ത് കെയർ ചെയ്യാൻ വേണ്ടത്. കാരണം ഹെൽത്ത് കെയർ ചെയ്താല് അവരെ ഒരുപാട് കാലം നമുക്ക് അവരെ നോക്കാൻ പറ്റും. അല്ലെങ്കിൽ നമ്മൾ അവരെ പ്രീതിപ്പെടുത്തുന്ന ഈ ഒരു നമ്മൾ ഊണും ഉറക്കും ഒഴിവാക്കി അവരെ പ്രീതിപ്പെടുത്തുമ്പോൾ ഒരു വേള നമ്മൾ അസുഖമായി ഹോസ്പിറ്റലാകുമ്പോ ICUവിന് മുന്നിൽ അവർ ഇരിക്കുന്ന ഒരു അവസ്ഥ ആലോചിച്ച് നോക്കി. അപ്പൊ നമ്മൾ ഇഷ്ടപ്പെടുന്ന അല്ലെങ്കിൽ നമ്മളെ ഇഷ്ടപ്പെടുന്നവരുടെ ലൈഫിൽ നമ്മൾ വേസ്റ്റ് ആയി പോകാതിരിക്കാൻ നമ്മൾ ഇന്ന് തന്നെ നമ്മൾ വർക്ക്ഔട്ട് ചെയ്യുക. അതാണ് എനിക്ക് നിങ്ങൾ ഒന്ന് പറയാനുള്ളത്. കാരണം മരണം വരെ നമ്മളെ കൂടെ കട്ടക്കുണ്ടാകുന്നത് നമ്മുടെ പാരന്റ്സോ അല്ലെങ്കിൽ നമ്മുടെ ഹസ്ബൻഡോ അല്ലെങ്കിൽ നമ്മുടെ വൈഫോ അല്ലെങ്കിൽ നമ്മുടെ കുട്ടികളോ നമ്മുടെ സുഹൃത്തുക്കളോ അല്ല, നമ്മളെ ഈ ബോഡിയാണ്. മരണം വരെ നമ്മളെ കൂടെ ഉണ്ടാവും. കാരണം മരണം വരെ നമുക്ക് ദൈവം ഒരൊറ്റ വാഹനം തന്നിട്ടുള്ളൂ. ആ വാഹനം ചേഞ്ച് ചെയ്യാനുള്ള അവസരമില്ല. ആ വാഹനം മെയിൻറ്റെയിൻ ചെയ്യാൻ മാത്രമേ പറ്റുള്ളൂ. അതിന്റെ മെയിൻ്റെനൻസിന്റെ കാര്യങ്ങളാണ് ഇന്ന് ഞാൻ പറഞ്ഞത്. അതുകൊണ്ടാണ് ഞാൻ ഇതിന്റെ പേര് മിസ്റ്റർ ഹെൽത്ത് എന്ന് ഇടാനുള്ള കാരണം. ഓക്കെ, താങ്ക് യു സോ മച്ച്. താങ്ക് യു സോ മച്ച് സർ. അപ്പോൾ ഒരുപാട് കാര്യം ക്ലിയർ ആയിട്ടുണ്ട്. അപ്പോൾ ഒരുപാട് ആളുകൾക്ക് റിയലൈസ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടാവും. നമ്മുടെ ഈ ഭീമാജി കമ്മ്യൂണിറ്റി ഒരു 6 കൾച്ചറാണ് നമ്മൾ ഫോളോ അപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിൽ നമ്മുടെ ഒരു കൾച്ചറാണ് എക്സസൈസ് ആണ്. അപ്പോൾ ഈ ഒരു കമ്മ്യൂണിറ്റിയിൽ ആൾമോസ്റ്റ് ആളുകൾ പലതരം എക്സസൈസ് ചെയ്യുന്നവരായിരിക്കും. അപ്പോൾ അതിന്റെ റൈറ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ എന്താണെന്ന് ഒരുപാട് ആളുകൾക്ക് ക്ലിയർ ആയിട്ടുണ്ടാവും. എനിവേ, അപ്പോൾ ഒരുപാട് ആൾക്ക് ഡൗട്ട്സ് ഉണ്ടായിരിക്കും. അപ്പോൾ ഡൗട്ട്സ് ക്ലിയർ ചെയ്യാനുള്ള സെഷൻ ആണ്. അപ്പോൾ ഹാൻഡ് റൈസ് ചെയ്തിട്ട് സംസാരിച്ചോളൂ കേട്ടോ. ഓക്കെ, പെട്ടെന്ന് ഹാൻഡ് റൈസ് ചെയ്യും. നമുക്ക് ടൈം ആൾമോസ്റ്റ് ആയിട്ടുണ്ട്. ഓക്കെ, പെട്ടെന്ന് മുന്നോട്ട് വരിക. ഡൗട്ട്സ് ഞാൻ പറഞ്ഞോളൂ. തുടങ്ങട്ടെ. ഹലോ സാറേ, താങ്ക് യു. നല്ലൊരു ക്ലാസ് ആണ് എടുത്തത്. പക്ഷെ എന്റെ സംശയം എന്ന് പറഞ്ഞാല്, ഞാൻ കണ്ടിന്യൂ ആയിട്ട് യോഗ ചെയ്തിരുന്ന ഒരാളായിരുന്നു. പക്ഷെ എനിക്ക് പെട്ടെന്നൊരു ആക്സിഡന്റ് ഉണ്ടായതിന് തുടർന്ന് എന്റെ ബാക്ക് പെയിൻ കൂടി. അപ്പൊ എനിക്ക് യോഗ ചെയ്യാൻ പറ്റില്ല. ബാക്ക് പെയിൻ എന്ന് പറഞ്ഞാൽ എനിക്ക്
ആ ബട്ടക്സിന്റെ മേലെ ഇട്ട് ആ നമ്മളെ ബാക്ക് നല്ലൊരു ഇതായിട്ട് അവിടെ ആ ബോൺ ഒരു ചെറുതായിട്ടൊരു സ്ഥാനമാറ്റം വന്നിട്ടുണ്ടെന്നാണ് ഡോക്ടേഴ്സ് പറയുന്നത്. ഇപ്പോഴും എനിക്ക് പെയിൻ അതാണ്. അല്ലാണ്ട് എനിക്കൊരു ബാക്ക് പെയിൻ ആയിട്ട് എനിക്ക് ഉണ്ടായിട്ടേ ഇല്ല. ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായതിനു ശേഷം ഈ ഒരു പ്രശ്നം അവിടെ എന്തോ ഒരു ഭാരം കയറ്റി വെച്ച പോലത്തെ ഒരു ഫീലാണ് എപ്പോഴും. അതുകൊണ്ട് എനിക്ക് യോഗ ചെയ്യാൻ പറ്റുന്നില്ല. ഞാൻ യോഗയുടെ മാഷോട് വെച്ചപ്പോ പറഞ്ഞ് അങ്ങനെ ഉണ്ടെങ്കിൽ ഇനിയിപ്പോ മെല്ലെ എന്തേലൊക്കെ ചെയ്താൽ മതി എന്ന് പറഞ്ഞു. പക്ഷെ ഇപ്പൊ ഞാൻ മോർണിംഗ് വാക്കാണ് ചെയ്യാറ്. അപ്പൊ എന്താ സ്ഥലം പൊന്നാനിയാണ്. നിങ്ങൾ ഒരു ദിവസം ഇവിടെ ജിമ്മിൽ വന്നാൽ അന്ന് തന്നെ നിങ്ങൾക്ക് എല്ലാ കാര്യങ്ങളും ചെയ്യാൻ പറ്റും. ഞാൻ ഗ്യാരണ്ടി തരാം. ഒറ്റ ദിവസം ഇവിടെ വന്നാൽ മതി, അന്ന് തന്നെ നിങ്ങൾ എന്തൊക്കെയാണോ ചെയ്യാൻ പറ്റാത്ത ആ കാര്യങ്ങളൊക്കെ അന്ന് നിങ്ങൾക്ക് ചെയ്തു പോകും. ഓക്കെ ഓക്കെ സാറേ, ഓക്കെ. നല്ലൊരു ക്ലാസ് ആയിരുന്നു. ഇത് കുറച്ചും കൂടി മുന്നേ കിട്ടണം. എന്തായാലും ഈ ഒരു സാറിന് ഇങ്ങനെ ഒരു ക്ലാസ്സിലേക്ക് കൊണ്ടുവരാൻ ഞങ്ങളെ സേഫ് സാറും സ്ട്രഗിൾ ചെയ്തിട്ടുണ്ടായിരിക്കാം ചിലപ്പോ. ഇനി എന്താന്ന് വെച്ചാൽ എന്തായാലും സേഫ് സാറിന് ഒരുപാട് നന്ദിയുണ്ട് അങ്ങനെ ഒരു അവസരം ഞങ്ങൾക്ക് തന്നതിന്. ഓക്കെ സാറേ, സാറിന്റെ നമ്പർ ഒന്ന് ഇതിൽ ഇടുകയാണെങ്കിൽ നമ്പർ കോണ്ടാക്ട് ചെയ്ത്. ചെയ്തോളിപ്പാണെങ്കിൽ ഒരു മിനിറ്റ് സാറേ. 98 9895 വീണ്ടും 74 14 9895 ഓക്കെ സാറേ, താങ്ക് യു. Okay, thank you, sir. Then Ajay, sir. Good morning, sir. വളരെ നല്ലൊരു സെഷൻ ആയിരുന്നു. ഇപ്പോൾ നമ്മൾ എക്സസൈസ്, ബോഡി ബിൽഡിങ് അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നവരായിരിക്കും എല്ലാവരും. അപ്പൊ ഞാനും ജിമ്മിൽ പോകുന്നുണ്ട്. അവിടെ പോകുമ്പോൾ നമ്മൾ മെയിനായിട്ട് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സാറ് പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെ, ബോഡിയുടെ സ്ട്രെസ് കുറയ്ക്കുക, അതായത് സ്ട്രെങ്തൻ ചെയ്യുക എന്നുള്ളതാണ്. പക്ഷെ ഇത്രത്തോളം ആധികാരികമായിട്ട് നമുക്ക് അത്തരം കാര്യങ്ങളൊന്നും ആരും പറഞ്ഞു തരുന്നില്ല. ഇപ്പോൾ ട്രെയിനേഴ്സ് ആയാലും അവരുടെ ഉദ്ദേശം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ മുന്നിൽ വരുന്നവരുടെ ബോഡി ബിൽഡ് ചെയ്ത് വിടുക എന്നുള്ള ഒരു ഇത് മാത്രം. അതല്ലെങ്കിൽ അവർക്കൊരു സ്ട്രെങ്തൻ ചെയ്യാനുള്ള കുറച്ച് കാര്യങ്ങൾ മാത്രം പറഞ്ഞു വിടുക എന്നുള്ളതൊക്കെയാണ് നമ്മൾ ഇതുവരെ ഫീൽ ചെയ്തിട്ടുള്ളതും അറിഞ്ഞിട്ടുള്ളതും. പക്ഷെ സാർ അതിന്റെ വളരെ ഡീറ്റെയിലേക്ക് പോയി ഇങ്ങനെ ആയിരിക്കണം ഒരു എല്ലാ ട്രെയിനേഴ്സും ഇത്തരം നോളേജുകളൊക്കെ ഉള്ള ആളുകളായിരിക്കണം എന്നുള്ളതാണ്. ഇപ്പോ സാറിനോട് ചോദിക്കാനുള്ളത് എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, സാറ് പറഞ്ഞു പിന്നെ നമുക്ക് ഈസി ആയിട്ട് കൊണ്ടുപോകാൻ പറ്റിയിട്ടുള്ള കാര്യങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കത്, അതായത് നമുക്ക് ഒരു 10 കിലോ വെയിറ്റ് എടുക്കാൻ പറ്റിയ ആളാണെന്നുണ്ടെങ്കിൽ 8 കിലോ വെയിറ്റ് എടുത്തിട്ട് ചെയ്യുക എന്ന് പറഞ്ഞു. അപ്പൊ സാധാരണ നമ്മള് ജിമ്മിൽ പോകുമ്പോൾ അവർ ചെയ്യാറെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു 3 ദിവസം അല്ലെങ്കിൽ ഒരു 1 വീക്ക് ഒരു വെയിറ്റിൽ പോവും. പിന്നെ അത് കുറേശ്ശെ കൂട്ടിക്കൊണ്ടിരുന്ന രീതിയിൽ വളരെ ശാസ്ത്രീയമായിട്ടാണ് പോവാറ് എന്നുള്ളത് എനിക്ക് തോന്നുന്നുണ്ട്. കാരണം പലപ്പോഴും നമുക്ക് ഓവർ വെയിറ്റ് എടുത്തിട്ടൊക്കെ ബോഡി വേദനയോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരാറുണ്ട്. എന്നിട്ട് പിന്നെ ഒരാഴ്ച ജിമ്മിൽ പോക്ക് നിർത്തി വെക്കേണ്ട അവസ്ഥ വരാറുണ്ട്. അപ്പോ അതെങ്ങനെയാണ് നമുക്ക് അതിന്റെ ഒരു പ്രൊപ്പോർഷൻ എങ്ങനെയാണ് എന്നുള്ളത്? ഞാന് ബാംഗ്ലൂരായിരുന്നു ഏകദേശം. ഞാൻ ഡൽഹി, മുംബൈ, അതുപോലെ ഹരിയാന, അതേപോലെ സൗദി അറേബ്യ, ദുബായ്, ബാംഗ്ലൂരൊക്കെ ബാംഗ്ലൂരിൽ 8 വർഷത്തോളം ഉണ്ടായിരുന്നു. ഞാൻ അമേരിക്കൻ കമ്പനിയിൽ ഫിറ്റ്നസ് ഹെഡ് ആയിരുന്നു 8 വർഷത്തോളം. കോവിഡ് സമയത്താണ് ആ ജോലിയിൽ നിന്ന് മാറിയിട്ട് ഇപ്പോൾ നാട്ടിൽ മഞ്ചേരിയിൽ ഒരു MGM ദ റിയൽ ഫിറ്റ്നസ് എക്സ്പേർട്സ് എന്നുള്ള ഒരു ഫിറ്റ്നസ് സെന്റർ ആയിട്ട് മുന്നോട്ട് പോകുന്നത്. ഇതിന് ശേഷം മൂന്ന് ഫിറ്റ്നസ് സെന്റർ ഇപ്പൊ ഞങ്ങൾക്ക് ഉണ്ട്. അപ്പോ ഇതിന്റെ ഭാഗമായിട്ട് ഞാൻ വരാനുള്ള കാരണം, ഇപ്പോ ഒരാൾ ഒരു ക്ലയന്റ് ഞങ്ങളുടെ അടുത്ത് വരുമ്പോൾ ഞങ്ങൾ അവരെ അസസ്മെന്റ് ടെസ്റ്റ് എടുക്കുന്നുണ്ട്, അവരെ കൗൺസിലിംഗ് ചെയ്യുന്നുണ്ട്, കസ്റ്റമൈസ്ഡ് വർക്കൗട്ട് കാർഡ് കൊടുക്കുന്നുണ്ട്, കസ്റ്റമൈസ്ഡ് ഡയറ്റ് ചാർട്ട് കൊടുക്കുന്നുണ്ട്, ഫുൾ ബോഡി ചെക്കപ്പ് എടുക്കുന്നുണ്ട്. അപ്പൊ ഈ 5 കാര്യങ്ങൾ ചെയ്തിട്ട് അയാൾക്ക് എന്താണോ വേണ്ടത് ആ വർക്കൗട്ട് നമ്മൾ കൊടുക്കുന്നുള്ളൂ. അല്ലാതെ എല്ലാവർക്കും കൊടുത്തു കഴിഞ്ഞാൽ പല ആളുകളും ഡിഫറെന്റ് ഡിസീസുമായിട്ടും അല്ലെങ്കിൽ ഡിഫറെന്റ് പോസ്റ്ററുമായിട്ടാണ് വരുന്നത്. അപ്പൊ അതിനനുസരിച്ചുള്ള വർക്കൗട്ടാണ് അവർക്ക് കൊടുക്കുന്നത്, കസ്റ്റമൈസ്ഡ് വർക്കൗട്ട് പ്ലാൻ ആണ് കൊടുക്കുന്നത്. ശരിക്ക് ജിമ്മിൽ ഇപ്പൊ നിങ്ങൾ പറയുന്ന രീതി വളരെ എളുപ്പമാണ്. പക്ഷെ അവരോട് ചിലപ്പോൾ അവർക്ക് അത്രയും ചിലപ്പോൾ ആ ജിമ്മിൽ ഒരാളെ ഉണ്ടാവുള്ളൂ ട്രെയിനറായിട്ട്. അയാളായിരിക്കും ഓണറും, അയാൾ തന്നെ ആയിരിക്കും ക്ലീൻ ചെയ്യുന്നു, അയാൾ തന്നെ ആയിരിക്കും റിസപ്ഷനിസ്റ്റും. അപ്പൊ അങ്ങനെ ആവുമ്പോൾ അയാൾക്ക് അത്രേ പറ്റൂ. പക്ഷെ ഞങ്ങള് ഇതിൽ എന്താ വെച്ചാൽ ഞങ്ങളിതൊരു
ഒരു എന്റെ ഒരു ദൗത്യം എന്താ വെച്ചാല്, ഇപ്പൊ നിങ്ങൾ ബാക്കിൽ കാണുന്നില്ലേ മിസ്റ്റർ മസ്റ്റ് അല്ലെ, അതിന് മിസ്റ്റർ എന്ന് പറയുന്ന മിസ്റ്റർ ഇന്ത്യ, രണ്ടാമത്തെ മിസ്റ്റർ അറേബ്യ, പിന്നെ മസ്റ്റ് എന്ന് പറഞ്ഞാൽ നിർബന്ധമായി അനിവാര്യമായി നിങ്ങൾ എക്സസൈസ് ചെയ്യേണ്ടതിന് ചൂണ്ടിക്കാണിക്കാണ്. എന്റെ വീട്ടിൽ എന്നെ വിളിക്കുന്ന പേരാണ് മുസ്തു. അപ്പൊ അതാണ് അതിൽ ഉൾപ്പെടുത്തി. എന്ന് പറഞ്ഞാൽ ഞാൻ നിങ്ങളോട് ഇതിന്റെ ഇടയിൽ പോസിറ്റീവ് മെന്റൽ ആറ്റിറ്റ്യൂഡിനെ കുറിച്ച് സംസാരിച്ചു. അപ്പം ആ ഒരു ഇന്നർ ഹെൽത്ത്. അപ്പൊ എന്റെ ഒരു ദൗത്യം എന്താ വെച്ചാൽ ദ യങ് മേക്കർ ഓഫ് ഇന്ത്യ എന്നാണ്, ഇന്ത്യയെ ചെറുപ്പമാക്കുക എന്നുള്ളതാണ്. അപ്പൊ എനിക്ക് ഇന്ത്യയെ ചെറുപ്പമാക്കണമെങ്കിൽ ഒരുപാട് എക്സ്പെൻസുകൾ ഉണ്ട്. കാരണം ഇന്ത്യ എന്ന് പറഞ്ഞാൽ ഒരുപാട് ആളുകളുള്ള ഒരു കൺട്രി അല്ലേ. അപ്പൊ ഇത്രയും ആളുകളെ ചെറുപ്പമാക്കണമെങ്കിൽ എനിക്ക് എക്സ്പെൻസ് ഉണ്ട്. ആ ഒരു എക്സ്പെൻസിന് വേണ്ടിയിട്ടാണ് ഞാൻ എന്റെ ഫിറ്റ്നസ് സെന്റർ തുറന്ന് ഇവിടെ ഏകദേശം 23ഓളം ജോലിക്കാരുണ്ട്. അപ്പോൾ എന്റെ ജോലി നിങ്ങളെല്ലാവരും ചെറുപ്പമാക്കുക എന്നുള്ളതാണ്. അതുകൊണ്ടാണ് നേരത്തെ ആ ഒരു പിന്നെ ലേഡി പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് ഫിറ്റ്നസ് സെന്ററിൽ വന്നാൽ ഞാൻ അത് ചെയ്തു തരാം. അതേപോലെ നിങ്ങൾക്കും വർക്കൗട്ട് ഒരു പ്രോപ്പറായുള്ള വർക്കൗട്ട് ലിങ്ക് കാര്യങ്ങൾ എനിക്ക് സെൻഡ് ചെയ്യാൻ പറ്റും. വരാൻ ബുദ്ധിമുട്ടാണെങ്കിൽ എന്നെ കൊണ്ട് നിങ്ങളെ ചെറുപ്പമാക്കാൻ എന്താണോ സാധിക്കുന്നത് ഞാൻ ചെയ്യും. ലോകത്ത് എവിടെയാണെങ്കിലും എത്ര തിരക്കിനിടയിലും നിങ്ങളെ ചെറുപ്പമാക്കാൻ എനിക്ക് സാധിക്കും. ഓക്കെ, താങ്ക് യു. താങ്ക് യു സർ, താങ്ക് യു സോ മച്ച്. 1 മിനിറ്റിന്റെ ഉള്ളിൽ ടൈം എടുത്തിട്ട് ഡൗട്ട്സ് ക്ലിയർ ചെയ്യാം കേട്ടോ. നമുക്ക് വൈൻ സെക്ഷന്റെ ടൈം ആൾമോസ്റ്റ് ആയിട്ടുണ്ട്. എനിവേ സർ അല്ല, അവിടെ പിന്നെ പ്രീത മാം അതേപോലെ തന്നെ സുജിത്തൊക്കെ ഉണ്ട്, അജീഷൊക്കെ ഉണ്ട്, ഇവരൊക്കെ അണ്ടേഴ്സ് ചെയ്താണ്. അപ്പൊ അവരൊന്ന് പറഞ്ഞോട്ടെ. പ്രീത മാം. താങ്ക് യു മുസ്തഫ സാർ. കുറച്ച് ഒരുപാട് കാര്യങ്ങൾ സാർ പറഞ്ഞു. എല്ലാ ഭാഗങ്ങളും കവർ ചെയ്ത് നമുക്ക് എക്സസൈസിന്റെ കാര്യങ്ങളും എല്ലാം കവർ ചെയ്ത് പെട്ടെന്ന് തന്നെ നമുക്ക് ആ ക്ലാസ് അവസാനിച്ചപ്പോൾ ഒരു സങ്കടമുണ്ട്. എന്തായാലും ഈ ഒരു ക്ലാസ് വീണ്ടും ഞങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ്. കാരണം കുറച്ച് സമയം കൊണ്ടാണ് സാർ ഇത്രയും കാര്യങ്ങൾ പറഞ്ഞത്. അപ്പൊ ഡീപ്പായി അറിയുകയാണെന്നുണ്ടെങ്കിൽ വളരെയധികം നന്നായിരിക്കും. പിന്നെ സാർ ലാസ്റ്റ് പറഞ്ഞൊരു കാര്യം, നമ്മുടെ ഏറ്റവും ബെസ്റ്റ് പാർട്ട്ണർ എന്ന് പറയുന്നത് നമ്മുടെ ശരീരം തന്നെയാണ്. അത് ഞാൻ ഗോപിനാഥ് മുതുക്കാടിന്റെ ഒരു ക്ലാസ് കേട്ടപ്പോൾ എനിക്കത് മനസ്സിലായിട്ടുണ്ടായിരുന്നു. പക്ഷെ സാർ ഇപ്പൊ അത് ക്ലിയർ ആക്കി തന്നു എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്. താങ്ക് യു സാർ, താങ്ക് യു സോ മച്ച്. ഗുഡ് മോർണിംഗ് സാർ. ഗുഡ് മോർണിംഗ്. സാർ, എനിക്ക് ചോദിക്കാനുള്ളത്, ഞാനും കുറച്ച് നാൾ ജിമ്മിലേക്ക് പോയിട്ടുണ്ടായിരുന്നതാണ്. ആസ് യൂഷ്വൽ സാധാരണ പോവും, കുറച്ച് ആരംഭ ശുരുത്തം പോലെ പോയി ശേഷം പിന്നെ വർക്കൗട്ട് വേദനയൊക്കെ വന്ന ശേഷം പിന്നെ നിർത്തും, പിന്നെയും പോവും. അങ്ങനെ ഒരു ഇതായിരുന്നു. അപ്പൊ ഇപ്പൊ എന്തായാലും കുറച്ച് നാളായിട്ട് ഇപ്പൊ ബോഡി പെയിൻ ഒക്കെ ആയിട്ട് ഞാൻ ഒന്ന് സ്റ്റോപ്പ് ചെയ്തിരിക്കുക. ഡോക്ടർ പറഞ്ഞു ഇപ്പൊ തൽക്കാലം ഒന്ന് വർക്കൗട്ട് ചെയ്യണ്ട, ചെറിയ വ്യായാമം ചെയ്താൽ മതി എന്ന് പറഞ്ഞു. അപ്പോൾ എന്താ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവര് പോകുമ്പോൾ ജിം ട്രെയിനേഴ്സ് ശരിക്ക് എവിടെയെങ്കിലും അവർ വർക്കൗട്ട് ചെയ്ത് ഒരു ബോഡി ബിൽഡിംഗ് ഒക്കെ ചെയ്ത ശേഷം പിന്നെ അവർ ട്രെയിനറായി മാറണം. സാറിനെ പോലെ ഇതുപോലെ വിശദമായിട്ട്, അതായത് ഇതിന്റെ ബോഡി പാർട്സിനെ പറ്റി കാര്യമായിട്ടൊന്നും തിയറിറ്റിക്കൽ നോളജ് ഒന്നും ഇല്ല. അവര് ജസ്റ്റ് വർക്കൗട്ട് ചെയ്ത് ബോഡി ജിം ബിൽഡ് ചെയ്യുന്നു, പിന്നെ ശേഷം ട്രെയിനറായി മാറുന്നു. എനിക്ക് അവരെ അതായത് പറയല്ല, പല ആൾക്കാരും അങ്ങനെയാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ വരുന്ന ആൾക്കാരോട് അവർ ഓവറായിട്ട് ഇങ്ങനെ വർക്കൗട്ട് ചെയ്യിപ്പിച്ചിട്ട് ഭയങ്കര മസിൽ പെയിൻ നന്നായിട്ട് കൂടുകയാണ്. അപ്പോൾ ഓട്ടോമാറ്റിക്കലി കുറച്ച് നാൾ വരും, പിന്നെ അതിനുശേഷം ഒരു അതിന്റെ ഒരു ശാസ്ത്രീയമായിട്ടൊരു ട്രെയിനിങ് അല്ലാത്തത് കൊണ്ട് തന്നെ നിർത്തി പോകുന്ന സിറ്റുവേഷൻ ഉണ്ട് പല സ്ഥലങ്ങളിലും. അപ്പോ ഞാൻ ഫീൽ ചെയ്തത് അത് തന്നെയാണ്. പിന്നെ അതുപോലെ ഈ പ്രോട്ടീൻ പൗഡർ അവർ യൂസ് ചെയ്യുക, അതായത് പ്രോട്ടീൻ പൗഡറിനെ അവർ പ്രൊമോട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് ജസ്റ്റ് ഒന്ന് വിട്ടു നിന്നത്. ഞാനിപ്പോ പോയോട് ഒന്ന് വിട്ടു നിൽക്കാൻ കാരണം എന്ന് വെച്ചാൽ ഒരു പ്രോട്ടീൻ പൗഡർ അത് ശരിക്കും അത് ഹാംഫുൾ ആണെന്നും കേൾക്കുന്നു. അതിൽ ഭയങ്കര കോൺട്രവേഴ്സി ഉണ്ട്. അതിനെ പറ്റി എനിക്കൊന്ന് ക്ലിയർ ചെയ്ത് തരാമോ? ഇതില് ഫസ്റ്റ് പറഞ്ഞ ക്വസ്റ്റ്യൻ, അതായത് ബോഡി പെയിൻ അല്ലെ. അപ്പൊ നമ്മള് ഇന്ന് വർക്കൗട്ട് ചെയ്യുമ്പോൾ നമ്മൾ പ്രത്യേകതരം വർക്കൗട്ട്, നമ്മൾ ഇതുവരെ ചെയ്യാത്ത ഒരു എക്സ്ട്രാ ഓർഡിനറി വർക്കൗട്ട് ചെയ്യുമ്പോൾ നമ്മളെ മസിൽ ഫൈബേഴ്സ് ഡാമേജ് ആവും. അപ്പൊ ഈ മസിൽ ഫൈബർ ഡാമേജ് ആകണമെങ്കിൽ, അത് റിക്കവറി ആകണമെങ്കിൽ 24 to 72 hours വേണം. ചിലപ്പോൾ ഒരു 1 week വരെ എടുക്കും ഈ ബോഡി പെയിന്. അപ്പൊ ഇത് നല്ല പെയിൻ ആണോ ബാഡ് പെയിൻ ആണോ അറിയാനുള്ള ഒരു എളുപ്പ മാർഗമുണ്ട്. അതായത് നിങ്ങളെ ഒരു കൈയാണോ അല്ലെങ്കിൽ ഒരു കാലാണോ ഒരു സൈഡാണോ പെയിൻ എന്നുണ്ടെങ്കിൽ നിങ്ങളെ വർക്കൗട്ട് റോങ് ആയതുകൊണ്ട് വരുന്നതാണ്. പക്ഷെ നിങ്ങൾ 2 കൈ ഒരുപോലെ പെയിൻ ഉണ്ട്, 2 കാലും ഒരുപോലെ പെയിൻ ഉണ്ട്, 2 ഹിപ്പും ഒരുപോലെ പെയിൻ ഉണ്ടെങ്കിൽ നിങ്ങൾ വർക്കൗട്ട് ചെയ്ത് കറക്റ്റ് ആണ്. പക്ഷെ ഇതിൽ മനസ്സിലാക്കേണ്ട കാര്യം, ഇതേപോലെ ഇരുവശവും നിങ്ങൾക്ക് ഒരുപോലെ പെയിൻ ഉണ്ടെങ്കിൽ നിങ്ങളെ ബോഡിയിൽ പെയിൻ ഉള്ള ഭാഗങ്ങളിലാണ് മാറ്റങ്ങൾ വരാൻ പോകുന്നത്. അതായത് അവിടെയുള്ള മസിൽ ഫൈബേഴ്സ് ആണ് ഡാമേജ് ആയത്. അവിടെ ഒന്നുകൂടി സ്ട്രോങ് ആയിട്ടുള്ള മസിൽ ഫൈബേഴ്സ് വരാനുള്ള ഒരു വാർണിംഗ്, അതായത് നിങ്ങൾ അവിടെ അതിന്റെ പ്രോസസ്സ് നടക്കുന്നത് കൊണ്ടാണ് നമുക്ക് ആ പെയിന് വരുന്നത്. അപ്പോൾ നിങ്ങൾ ഒരു സൈഡാണോ അല്ലെങ്കിൽ 2 സൈഡാണോ ആദ്യം ഡിസൈഡ് ചെയ്യാം. 1 weekൽ കൂടുതൽ, ഒരാഴ്ചയിൽ കൂടുതൽ ഈ ഒരു പെയിൻ നിലനിൽക്കുന്നുണ്ടെങ്കിൽ അത് ഇൻജുറിയാണ്. ഇനി രണ്ടാമത് ചോദിച്ച ചോദ്യം, വേ പ്രോട്ടീൻ കഴിക്കുന്നത് കൊണ്ട് ബുദ്ധിമുട്ടുണ്ടെന്നാണ്.
അതായത് വേ പ്രോട്ടീൻ കഴിക്കുന്നത് കൊണ്ട് ഒരു ബുദ്ധിമുട്ടുമില്ല. അതിന്റെ കാരണം എന്താന്ന് വെച്ചാല് ഇപ്പോ നമുക്കറിയാം, നമ്മൾ സ്കൂളിൽ പോകുമ്പോൾ ട്യൂഷന് പോകുന്നതുകൊണ്ട് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ? ഇല്ല. കാരണം ആ ട്യൂഷന് പോകുന്ന കുട്ടിയായിരിക്കും ആ ക്ലാസ്സിൽ ഏറ്റവും സ്മാർട്ട്. ആ കുട്ടിയോട് ചോദ്യം ചോദിച്ചാൽ കട്ടക്കായ്ക്ക് ഉത്തരം പറയാൻ കുട്ടിക്ക് പറ്റും. ആ കുട്ടിന്റെ ബുക്കായിരിക്കും ടീച്ചർ എപ്പോഴും എടുത്തു നോക്കുക. ആ കുട്ടിക്കായിരിക്കും ഏറ്റവും കൂടുതൽ മാർക്ക്. ഇതേപോലെ വേ പ്രോട്ടീൻ നിങ്ങൾ കഴിച്ചു കഴിഞ്ഞാൽ അത് പിന്നെ ക്വാളിറ്റി പ്രൊഡക്റ്റ് ആണ്, അത് ഒറിജിനൽ പ്രൊഡക്റ്റ് ആണ്, അത് നിങ്ങൾ കസ്റ്റമൈസ്ഡ് ആയിട്ടുള്ള നിങ്ങൾ അതിനെ കുറിച്ച് നോളജ് നാടുന്ന വാങ്ങിയിട്ടുണ്ടെങ്കിൽ അത് നിങ്ങളുടെ ബോഡിയിൽ എന്തെങ്കിലും മാറ്റങ്ങൾ വരും. സാധാ ഒരാൾ 6 മാസം വരുന്ന ആ ഒരു ചേഞ്ചസ് നിങ്ങളുടെ ബോഡിയിൽ 3-4 മാസം കൊണ്ട് വരും. കാരണം ഞാൻ പറഞ്ഞല്ലോ, ട്യൂഷന് പോകുന്ന ഒരു കുട്ടിക്ക് സ്കൂളിലെ ക്ലാസ് കിട്ടിയില്ലെങ്കിൽ പോലും ആ കുട്ടി ചിലപ്പോൾ എക്സാം ചിലപ്പം എഴുതാൻ പറ്റും. പക്ഷെ നമ്മൾ എപ്പോഴും മനസ്സിലാക്കേണ്ട കാര്യം അത് സപ്ലിമെന്റ് ആണ്. സപ്ലിമെന്റ് ഒരിക്കലും എന്ത് ചെയ്യില്ല, നോർമൽ ഫുഡിനെ ഒരിക്കലും ഓവർടേക്ക് ചെയ്യില്ല. സ്കൂളാണ്, ട്യൂഷനാണ്. അപ്പൊ നമ്മൾ ഏറ്റവും ഇമ്പോർട്ടന്റ് നമ്മൾ സ്കൂളിന് തന്നെ കൊടുക്കുക. അതിന് നമ്മൾ സപ്പോർട്ടിന് വേണ്ടി, നമ്മളെ ഹെൽപ്പിന് വേണ്ടി, നമുക്ക് ഒരു പിന്നെ മസിൽ ക്വാളിറ്റിക്ക് വേണ്ടി, മസിൽ മെച്യൂരിറ്റിക്ക് വേണ്ടി നമുക്ക് സപ്ലിമെന്റ് വേ പ്രോട്ടീൻ ഉപയോഗിക്കാം. പക്ഷെ അതിനെക്കുറിച്ച് നോളജ് ഉള്ള ആളുടെ മാത്രം. താങ്ക് യു. താങ്ക് യു സർ. താങ്ക് യു സർ. താങ്ക് യു സർ. ഓക്കെ, സേഫ് സർ. നമസ്കാരം സാർ. ഓക്കെ, പറഞ്ഞു. എൻ്റെ പേര് സെയ്ഫ് ആളപ്ര. ഈ ഒരു കമ്മ്യൂണിറ്റിയുടെ ഒരു ഫൗണ്ടറാണ്, വൺ ഓഫ് ദ ഫൗണ്ടറാണ്. നെസ്രൂനാണ് ഞാൻ താങ്ക്സ് പറയുന്നത്. ഇത്രയും നല്ലൊരാളെ നെസ്രുവാണ് നിങ്ങളെ കണക്ട് ചെയ്തിട്ടുള്ളത്, ഇതിലേക്ക് കൊണ്ടുവന്നിട്ടുള്ളത്. അപ്പൊ നെസ്രുവിനാണ് താങ്ക്സ്. നെസ്രുവാണ് ഇനിഷ്യേഷൻ എടുത്തത്. നെസ്രുവാണ് ഇന്നലെ പറഞ്ഞിരിക്കുന്ന രാത്രി നെസ്രു ഇതിന്റെ എഡിറ്റിംഗ് കാര്യങ്ങളൊക്കെ ചെയ്യുന്ന കണ്ടിട്ടുണ്ടായിരുന്നു. സോ താങ്ക് യു. ഇത്രയും നമുക്കറിയാം ഒരാൾ എക്സ്പേർട്ട് ആണോ അല്ലെന്ന് അറിയണമെങ്കിൽ അയാൾ 1 മിനിറ്റ് സംസാരിച്ചാൽ മതി എന്നുള്ളതാണ്. 1 മിനിറ്റ് സംസാരിച്ച് കഴിഞ്ഞാൽ ആ ഫീൽഡിൽ അയാൾ എക്സ്പേർട്ട് ആണോ. ഞാൻ എപ്പോഴും പാഷനെ കുറിച്ച് പറയുന്ന ആൾക്കാരാണ്. ജിമ്മ് നടത്തുന്ന കുറെ ആളുകൾ പക്ഷേ പൈസക്കും വേണ്ടി ജിമ്മ് നടത്തുന്നവരുണ്ടാവും, പാഷന് വേണ്ടി ജിമ്മ് നടത്തുന്നവരുണ്ടാവും. പാഷന് വേണ്ടി നടത്തുന്ന ആ മിസ്റ്റർ ഞാൻ ഇന്നലെ എന്താ പേര് മനസ്സിലായില്ല. ഇന്ന് ആ പേരിന്റെ കാര്യമാണ് എനിക്ക് ഏറ്റവും ഇഷ്ടമായ സംഭവം. സൊമാലിയയുടെ ഒരു എക്സാമ്പിൾ പറഞ്ഞത്. അപ്പോഴാണ് ഞാനത് റിയലൈസ് ചെയ്യുന്നത്. കാരണം വയറ് കുറക്കുന്ന എക്സസൈസ് ചെയ്യുന്നുണ്ടെങ്കിൽ വയറിന്റെ ഒരു കാര്യം പറഞ്ഞു. അതേപോലെ തന്നെ പില്ലേഴ്സ് ഓഫ് ഒപ്റ്റിമൽ ഹെൽത്തിന്റെ കാര്യം പറഞ്ഞപ്പോൾ ഞാൻ റെസ്റ്റ് ഞാൻ നോട്ട് ചെയ്തിട്ടുണ്ട്, പോസിറ്റീവ് മെന്റൽ ആറ്റിറ്റ്യൂഡ് ചെയ്തിട്ടുണ്ട്, ഡെയിലി വർക്ക്ഔട്ട് ചെയ്തിട്ടുണ്ട്, ബാലൻസ്ഡ് ഡയറ്റ് ചെയ്തിട്ടുണ്ട്. ബാക്കി 5 6 എന്തായാലും എനിക്ക് മിസ്സായിപ്പോയി. ഇല്ല, 4 എണ്ണം പറഞ്ഞിട്ടുള്ളൂ. ഒപ്റ്റിമൽ ഹെൽത്ത് 4. അത് പറഞ്ഞത് പിന്നെ ഫിറ്റ് ആവാനുള്ള 5 കാര്യങ്ങളാണ്. 5 കാര്യങ്ങളാണ്. ഈ 4 കാര്യങ്ങളുണ്ട്. ഓക്കെ. പിന്നെ അതേപോലെ തന്നെ പോസിറ്റീവ് മെന്റൽ ആറ്റിറ്റ്യൂഡിനെ കുറിച്ചിട്ടും അതേപോലെ ഒരു സൂപ്പർ ക്ലാസ് ആയിരുന്നു. ഒന്നും പറയാനില്ല. എനിവേ ഇനിയും നേരത്തെ സിന്ധു മാമ പറഞ്ഞ പോലെ നിങ്ങളുടെ സെഷൻസ് ഇനി എക്സ്പെക്ട് ചെയ്യുന്നു. താങ്ക് യു. താങ്ക് യു സോ മച്ച്. അപ്പോ നമുക്ക് ഈ സെക്ഷൻ നമുക്ക് 6:30 വൈൻഡ് അപ്പ് ചെയ്യുന്ന സെക്ഷൻ ആണ്. ഇപ്പൊ 6:45 ഉണ്ട്. അപ്പൊ നമുക്ക് അത്രയും ഹെൽപ്ഫുൾ ആയിട്ടുണ്ട് ഒരു സെക്ഷൻ. പിന്നെ ഓസ്റ്റിൻ സാർ അടുക്കുന്ന അനലൈസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഓസ്റ്റിൻ സാറും കൂടെ തോന്നുന്നു. ഓസ്റ്റിൻ സാർ. താങ്ക് യു സോ മച്ച്. ഞാൻ ഈ പറഞ്ഞ പോലെ ജിമ്മില് സ്ഥിരമായിട്ട് പോകുന്ന ഒരാളാണ്. പക്ഷെ എനിക്കതൊരു അപ്രീസിയേഷൻ വേർഡ്സ് പറയാൻ വേണ്ടിയിട്ടാണ്. കാര്യം ഇത്രയും ഷോർട്ട് ടൈമിൽ ഇത്രയും എന്താ പറയാ, ഒട്ടും കളയാതെ ഇത്ര കറക്റ്റ് ആയിട്ട് ഒരു ക്ലാസ് എന്റെ ലൈഫിൽ ആദ്യമായിട്ട് കേൾക്കുക. കാര്യം വെച്ചാൽ നേരത്തെ പറഞ്ഞതുപോലെ ഈ ക്ലാസ് എടുക്കുന്ന ആൾക്കാർക്ക് ജിമ്മിൽ വലിയ അറിവുണ്ടാവില്ല, ജിമ്മിൽ പോകുന്ന ആൾക്കാർക്ക് ക്ലാസ് എടുക്കാനും വലിയ അറിവുണ്ടാവില്ല. പക്ഷെ ഇത് രണ്ടും കൂടി ഇവൻ അതുപോലെ പോസിറ്റീവ് ആറ്റിറ്റ്യൂഡിന്റെ കാര്യമൊക്കെ പറഞ്ഞപ്പോ എത്രത്തോളം ഒരു കംപ്ലീറ്റ് ട്രെയിനർ ആണെന്നുള്ളൊരു ചിന്ത വന്നു. ഞാൻ എന്തായാലും സാറിന്റെ നമ്പർ നോട്ട് ചെയ്തിട്ടുണ്ട്, തീർച്ചയായിട്ടും വിളിക്കും. എന്റെ ഡൗട്ട് ഇത്രയേ ഉള്ളൂ. ഞാനും ഇപ്പൊ കുറെ നാളായിട്ടൊക്കെ വർക്ക്ഔട്ട് ചെയ്യുന്നുണ്ട്. സാർ പറഞ്ഞത് ഒരു പോയിന്റ് എനിക്ക് കിട്ടിയായിരുന്നു. കാര്യം ബാക്കി മസിൽസ് ഒക്കെ ഡെവലപ്പ് ചെയ്തു, പക്ഷെ വയറ് കുറയുന്നില്ല. അപ്പോ നമ്മൾ വയറിന് സ്ഥിരമായിട്ട് എക്സസൈസ് ചെയ്യുന്നുണ്ട്, ജിമ്മിൽ തരുന്നുണ്ട്. അപ്പൊ ഇപ്പൊ ഈ പറഞ്ഞല്ലോ, നമ്മളൊരു കുറയ്ക്കേണ്ട ഭാഗത്തിന് സ്ട്രെസ് കുറയ്ക്കണം, ബാക്കിയുള്ള ഭാഗത്ത് സ്ട്രെസ് കൂടണം എന്നുള്ള രീതിയിൽ പറഞ്ഞല്ലോ. അപ്പൊ ഇങ്ങനെ വയറ് കുറയാനായിട്ടാണെങ്കിൽ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്നൊരു വളരെ കുറഞ്ഞ, എനിക്കറിയാം സമയം വൈകുന്നറിയാം, ഞാൻ അതുകൊണ്ടാണ് പിന്നെ സംസാരിക്കുന്ന വേണ്ടതെന്ന് ഒഴിവാക്കിയത്. ഇതില് നിങ്ങൾ മാത്രമല്ല എല്ലാരും കാത്തിക്കുന്നത് ചിലപ്പോൾ ആ ഒരു ആൻസറിനായിരിക്കും. അത് നമ്മൾ മനസ്സിലാക്കേണ്ടത്, വയറ് ഇപ്പം നമുക്കൊരു ബാങ്കില് പിന്നെ 100% ഇൻട്രസ്റ്റ് കിട്ടുന്നത് വേറൊരു ബാങ്കിൽ നമുക്ക് 10% ഇൻട്രസ്റ്റ് കിട്ടുന്നുള്ളൂ. അപ്പൊ നമ്മൾ ഏത് ബാങ്കിലായിരിക്കും പൈസ ഡെപ്പോസിറ്റ് ചെയ്യാം? 100% കിട്ടുന്ന ജിമ്മിൽ അല്ലെ, 100%. അപ്പോ ഇതേപോലെ നമ്മൾ വയറിന്റെ എക്സസൈസ് ചെയ്യുമ്പോൾ ഏകദേശം ഒരു 50 കാലറി ആയിരിക്കും ബേൺ ആവുക. എക്സാമ്പിൾ, ഓക്കെ, ഒരു മണിക്കൂർ വയറിന്റെ എക്സസൈസ് ചെയ്താൽ ഒരു 50 കാലറിയാണ് ബേൺ ചെയ്യാന്നുണ്ടെങ്കിൽ നിങ്ങൾ കാലിന്റെ ലോവർ ബോഡിന്റെ എക്സസൈസ് ചെയ്യുകയാണെങ്കിൽ 500 കാലറി ബേൺ ആവും. കാലറി ബേസ് ആണ് നമ്മൾ ഫാറ്റ് റെഡ്യൂസ് ആവുക. ഓക്കെ, അല്ല വയറിന് എക്സസൈസ് ചെയ്ത് വയറ് കുറയല്ല ചെയ്യുക. അപ്പൊ നമ്മൾ ഈ 500 കാലറി ബേൺ ആകുമ്പോൾ
അത്രയും എനർജിക്കുള്ള പിന്നെ കാലറി എവിടെന്നാ ബേൺ ആവുക? നമ്മളെ അബ്ഡമനിൽ ഇരിക്കുന്ന ഫാറ്റ് ആയിരിക്കും അതിന് എനർജി ആയിട്ട് കൺവേർട്ട് ആവുക. ഇങ്ങനെയാണ് വെയിറ്റ് കുറക്കേണ്ടത്. അതായത് കോമ്പൗണ്ട് എക്സസൈസ് ചെയ്യാം, ഏറ്റവും മേജർ മസിൽ ഗ്രൂപ്പിനെ ട്രെയിൻ ചെയ്യാം. അതായത് സ്ക്വാട്ട്, ലഞ്ചസ്, ചെസ്റ്റ് പ്രസ്, പിന്നെ അതുപോലെ ബാക്കിന്റെ എക്സസൈസ്. ഐസൊലേഷൻ മൂവ്മെന്റ് ചെയ്താൽ വളരെ ലെസ് എനർജി ബേൺ ആവുള്ളൂ. ഐസൊലേഷൻ മൂവ്മെന്റ് പറഞ്ഞാൽ വൺ ജോയിന്റ് മൂവ്മെന്റ്, അതായത് ബൈസെപ്സ്, ട്രൈസെപ്സ്, അതുപോലെ അബ്ഡമന്റെ എക്സസൈസ് ഒക്കെ. നമ്മൾ ചെയ്യേണ്ടത് സ്ക്വാട്ടിന്റെ കോമ്പൗണ്ട് എക്സസൈസുകളാണ്. നിങ്ങൾക്ക് ക്ലാരിറ്റി കിട്ടിയോ? നമുക്കിത് എന്റെ ഞാൻ കോച്ച് ഉണ്ട്, പേഴ്സണൽ കോച്ച് ഉണ്ട്. അപ്പൊ അയാൾ കൃത്യമായിട്ട് ഇതൊക്കെ കോംബോ ചെയ്ത് തരുന്നുണ്ട്. പക്ഷെ അതിന്റെ ഒരു സയന്റിഫിക് പിന്നെ ഫുഡ് കൺട്രോൾ അല്ലാത്തതുകൊണ്ടാണെന്ന് തോന്നുന്നു കുറച്ചും കൂടി റിസൾട്ട് വരുന്നത്. ബാക്കി ബോഡി മസിൽസ് ഒക്കെ ഡെവലപ്പ് ചെയ്തു, പക്ഷെ വയറിന്റെ പോർഷൻസ് ഇപ്പോഴും അങ്ങനെ തന്നെ ഇരിക്കുന്നുണ്ട്. അപ്പൊ അതുകൊണ്ടാണ് ചോദിച്ചത്. ചിലപ്പം അതിന്റെ ഒരു കാരണം സ്ട്രെസ് ആണ്. സ്ട്രെസ് വരുമ്പോൾ ഞാൻ പറഞ്ഞു നമ്മൾ ഫ്യൂല് ബോഡിയിൽ നിന്ന് ചേഞ്ച് ആവും. പിന്നെ നമ്മൾ കഴിക്കുന്ന ഫുഡല്ല ബോഡി എടുക്കുക, ആ ഫുഡിന് സ്റ്റോറേജിലേക്ക് വിട്ടതിന് ശേഷം നമ്മളെ മസിലായിരിക്കും അവിടെ എനർജി ആയിട്ട് കൺവേർട്ട് ആവാം. അപ്പൊ ആ സ്ട്രെസ് ജോബാണ് നിങ്ങൾ അതിന്റെ സൈഡ് എഫക്ട്, അതായത് കോർട്ടിസോൾ എന്നുള്ള സ്ട്രെസ് ഹോർമോൺ റിലീസ് ആയ അതിന്റെ ഡിസ്അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് സെൻട്രൽ ഒബിസിറ്റി കൂടാന്നുള്ളതാണ്, വയറ് കൂടാന്നുള്ളതാണ്. ചിലപ്പോ അതുകൊണ്ടായിരിക്കണം. ബാക്കിയല്ല. താങ്ക് യു സോ മച്ച് സാർ. ഞാൻ സമയം കളയുന്നില്ല. എന്തായാലും ഞാൻ പേഴ്സണലി വിളിക്കും. താങ്ക് യു. Anyway, thank you, sir. Thank you, Mustafa sir. ഞങ്ങൾക്ക് എന്താ സത്യമായിട്ട് എന്താ വേണ്ടത്, എല്ലാവർക്കും അത്രയും ഹെൽപ്ഫുൾ ആയിട്ടുള്ള സെക്ഷൻ ആണ്. അപ്പോ സാറിന് എല്ലാവർക്കും അറിയുന്ന ടൈം അത്രയും ആൾമോസ്റ്റ് നമ്മൾ എടുത്തിട്ടുണ്ട്. അപ്പൊ അത്രയും ഞങ്ങൾക്ക് റിയലൈസ് ചെയ്യാൻ പറ്റിയിട്ട് അതിന് ഒരുപാട് കാര്യങ്ങൾ. ഇനി വീണ്ടും ഒരുപാട് സെക്ഷൻസ് സാർ നിങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ട്. ഇനി ഇതുപോലെ ഒരു നല്ലൊരു സെക്ഷൻ. താങ്ക് യു സോ മച്ച് സർ. താങ്ക് യു സോ മച്ച്. Thank you so much. Thank you, sir. Thank you, Mr. Sir. Thank you, sir. Thank you. താങ്ക് യു സർ. താങ്ക് യു ഓൾ. താങ്ക് യു. സർ അദ്ദേഹത്തിന്റെ പേര് പറഞ്ഞില്ല. മുസ്തഫ. ഓക്കെ, താങ്ക് യു.